കർത്താവിൻ്റെ വരവിന് മുൻപായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിപ്പാൻ പലരായി നമ്മെ ഒന്നാക്കി ഈ കോഴിക്കോട് കൺവെൻഷൻ കൊണ്ടുവന്നിരിക്കുക. കഴിഞ്ഞാല് ജീവിതത്തിൽ ചെയ്താൽ നന്മകളെ ഉപകാരങ്ങളെ ഓർത്ത് നാം ദൈവത്തെ നേരെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നാം ജീവിക്കുന്നവരാകണം. ഹൃദയം ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ജീവിക്കുന്നവരായി തീരുകയാണ്. നമ്മുടെ സമപ്രായക്കാരായ എത്രയോ സഹോദരങ്ങൾക്ക് ലഭിക്കാത്തതായ മഹൽ ഭാഗ്യം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അത് ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നവരാകണം. ഒരു കാലത്ത് നമ്മുടെ ജീവിതം ഏത് വിധത്തിലായിരുന്നുവെന്ന് അപ്പോസ്തലൻ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരും ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവം ഇല്ലാത്തവരും ആയിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവീരെന്ന് ഓർപ്പിക്കുന്നു. 2:12. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും, ഒരു കാലത്ത് നാം ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും, പ്രത്യാശയില്ലാത്തവരും, ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. ലോകത്തിൽ ദൈവം ഇല്ലാത്തവരും ആയിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവീൻ. അതാരും മറന്നു പോകരുത്. ഒരു കാലത്ത് നാം എങ്ങനെ ജീവിച്ചു എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. സന്തോഷമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. അത് വ്യക്തിപര ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഒന്നുമില്ലാത്തൊരു ജീവിച്ച കാലം. ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോയാൽ എന്തായിത്തീരും? നാളെ നമ്മുടെ ജീവിതം എന്തായിത്തീരും എന്നൊന്നും അറിയാൻ വയ്യാതെ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സാക്ഷി കേട്ടല്ലോ, നേപ്പാൾ സഹോദരൻ താൻ പ്രത്യേകിച്ച് പറഞ്ഞത്, ഏതാണ്ട് 20 വർഷക്കാലം താൻ യാതൊരു വിധമായ ദൈവവുമായി ബന്ധമില്ലാതെ ഈ ലോകത്തിന് അനുരൂപ അവസ്ഥയിൽ ജീവിച്ചവനാണ്. കുടിച്ച് വലിച്ച് വെറിക്കൂത്തുകളിൽ ഇன்பമായ ജീവിതം നയിച്ചവനാണ്. ദൈവം ആരെന്നോ ദൈവമക്കൾ ആരെന്നോ ജീവിതം എന്തിനെന്നോ ഒന്നും അറിയാതെ താൻ ജീവിച്ചുവെന്ന് തൻ്റെ അനുഭവമാണ് താൻ പറഞ്ഞത്. ആരും പറഞ്ഞു കേട്ട കേൾവിയല്ല താൻ പറഞ്ഞത്. ഇങ്ങനെ പറയാൻ ഇവിടെ പലരും ഉണ്ട്. സാക്ഷി പറയാൻ സമയം കൊടുത്താൽ വളരെ പലരും പറയും മുൻ ജീവിതം എന്തായിരുന്നുവെന്ന്. ഇപ്പോൾ ദൈവം നമ്മെ വലിയ പ്രത്യാശയുള്ളവരാക്കിയിരിക്കുകയാണ്. നാളെ നമ്മൾ ആരായിത്തീരും, എന്തായിത്തീരും എന്നൊരവസ്ഥയിൽ ദൈവം ആക്കിയിരിക്കുകയാണ്. നാം 12-ാം വാക്യത്തിൽ വായിച്ചു, എല്ലാവരും ശ്രദ്ധിക്കണം. 12-ാം വാക്യത്തിൽ വായിച്ചു, ഒരു കാലത്ത് നാം ദൈവമില്ലാത്തവരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു, ഇസ്രായേൽ പൗരതയോ അല്ലെ ദൈവമക്കൾ യാതൊരു ബന്ധമില്ലാത്തവരായിരുന്നു. എന്നാൽ ഇന്ന് ദൈവം നമ്മെ അതിനെല്ലാം വിടുവിച്ച് ഈ ആത്മീയ അനുഭവങ്ങളിൽ കൊണ്ടുവന്നിരിക്കുക. 19-ാം വാക്യം വായിച്ചു. 19-ാം വാക്യം, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല.
അത് പ്രത്യേകം നാം ചിന്തിക്കണം. അന്യര് പരദേശികൾ അല്ല. ഇപ്പോൾ ആരാണ്? വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമാണ്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, ദൈവത്തിൻ്റെ ഭവനക്കാരും വിശുദ്ധന്മാരുടെ സഹപൗരന്മാരുമാണ്. ദൈവമായിട്ടൊരു ബന്ധം നമുക്കുണ്ട്. ഇപ്പോൾ ദൈവമക്കളുമായൊരു കൂട്ടായ്മ നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ട്, വലിയ സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. അത് വ്യക്തിപരമായ ജീവിതത്തിലുമുണ്ട്, കുടുംബജീവിതത്തിലുമുണ്ട്, സമൂഹ ജീവിതത്തിലുമുണ്ട്. ഓരോരുത്തരും ചിന്തിച്ച് നോക്കി, അങ്ങനെ അല്ലയോ എന്ന്. ചില വർഷങ്ങൾക്ക് മുമ്പ് നാം ജീവിച്ച ജീവിതമാണോ ഇപ്പോൾ നാം ജീവിക്കുന്നത്? അല്ല. എന്നാൽ ഇനിയും നാളെ നമ്മൾ ആരായിത്തീരും, അതും ദൈവം പറയുന്നുണ്ട്. ദൈവമായിട്ട് ബന്ധപ്പെട്ട് ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ജീവിച്ചാൽ, ദൈവീയ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ, ദൈവീയ ആലോചനയ്ക്കൊത്തോളം ജീവിക്കാമെങ്കിൽ, ദൈവ സാന്നിധ്യത്തെ ജീവിക്കാമെങ്കിൽ നാളെ നമ്മൾ ആരായിത്തീരും. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ എങ്ങനെ കാണുന്നുവോ അതുപോലെ തന്നെ നാം അവനോട് സദൃശന്മാരായിത്തീരും. 2-ാം വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. ഞാനീ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞാൽ മാത്രം ഹല്ലേലൂയ വിളിച്ചാൽ മതി. ഞാൻ ഹല്ലേലൂയ വിളിച്ചതുകൊണ്ട് വിളിക്കണ്ട. ഞാനീ പറഞ്ഞ നമ്മൾ വായിച്ച 3 വാക്യങ്ങളും അത് ശരിയാണ്. ഒരു കാലത്ത് ഞാൻ ദൈവമില്ലാത്തവനായിരുന്നു, ദൈവമില്ലാത്തവളായിരുന്നു, പ്രത്യാശയില്ലാത്തവളായിരുന്നു. എന്തായിത്തീരുന്ന ഒരു അനുഭവം ഇല്ലായിരുന്നു എനിക്ക്. ദൈവമക്കളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. എന്തിന് ജീവിക്കുന്നു എന്ന് പോലും ഞാൻ ജീവിച്ച നാളിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ദൈവം തന്നെ ദൈവമായിട്ട് ബന്ധത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവസ്നേഹത്താൽ എന്നെ നിറച്ചിരിക്കുകയാണ്. എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ എന്നിൽ വസിക്കുന്നുണ്ട്. നാളെ ഞാൻ നിശ്ചയമായിട്ടും എൻ്റെ യേശുവിനോട് സദൃശ്യമാകും, യേശുവിനെ പോലെ ആയിത്തീരും. തമിഴിൽ വായിക്കുമ്പോൾ അവനോട് ഒപ്പാകുമെന്ന തമിഴ് വായിക്കുക. തമിഴ് 3:2. 1 യോവാൻ 3-ാം അധ്യായം 2-ാം വചനം. ഞാൻ ചൊല്ലിത്തല്ല. 1 யோவான் 3-ாம் அதிகாரம் 2-ாம் வசனம். பிரியமானவர்களே, இப்பொழுது தேவனுடைய பிள்ளைகளாய் இருக்கிறோம், இனி எவ்விதமாய் இருப்போம் என்று இன்னும் வெளிப்படவில்லை. ஆகிலும் அவர் வெளிப்படும் போது அவர் இருக்கிற வண்ணமாகவே நாம் அவரை தரிசிப்பதனால் அவருக்கு ஒப்பாயிருப்போம். അവർക്ക് ഒപ്പായിരും എന്ന് പറഞ്ഞാൽ അവനോട് സദൃശന്മാരാകുമെന്ന, യേശുവിനെ പോലെ നാം ആയിത്തീരുമെന്ന. ഇത് മനസ്സിലായവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ നാളെ നമ്മുടെ യേശുവിനെ പോലെ ആയിത്തീരും. യേശുവിനെ പോലെ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുവിനെ പോലെ നാം ജീവിക്കുന്നവരാകണം. യേശു ഭൂമിയിലായിരുന്നു എങ്ങനെ ജീവിച്ചു, അതേ ജീവിതത്തിൽ നാം ജീവിക്കുന്നവരാകണം. അവൻ്റെ രൂപം ഒന്ന് വായിക്കാം ആർക്കെങ്കിലും. യേശുവിൻ്റെ രൂപം എന്താണെന്ന് അവൻ്റെ രൂപം വായിക്കുമ്പോൾ പലയിടത്തും പല രൂപങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് ഞാൻ പറയാം. വെളിപ്പാട് ദിവസം വെളിപ്പെടുത്തൽ
1-ാം അധികാരം 13-ാം വചനം, 13-ാം വാക്യം. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. വായിച്ചേ 13. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച്, 1 നിലയങ്കി ധരിച്ചവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, 2 മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ, 3 തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, വെള്ള, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച, 5 കാൽ ഉലയിൽ ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം 6 അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. ഇതാണ് അവന്റെ രൂപം. ഇതിന് ആത്മീയ അർത്ഥം ധാരാളമുണ്ട്, അതിലിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല. ഈ ആത്മീയ അനുഭവങ്ങൾ നാം പ്രാപിക്കുന്നവരാകണം. ഈ ആത്മീയ അനുഭവം പ്രാപിക്കുന്നവർക്ക് മാത്രമേ അവനോട് വാഴുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ ഈ നാളുകളിൽ നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ കേട്ട് അനുസരിച്ച് അതും പറയാൻ ജീവിപ്പാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ഇല്ല, അതിനാരും സ്തോത്രമില്ല. ഇത്രയും പേരുടെ സ്തോത്രം ഇത്രയേ ഉള്ളോ? എല്ലാവരും പറയുന്നത് ഉപദേശിക്ക് മൈക്ക് ഉള്ളതുകൊണ്ടാണ് ശബ്ദത്തിൽ പറയുന്നത്. ഞങ്ങൾക്ക് മൈക്കില്ലാത്തതുകൊണ്ട് പതിയെ പറയുന്നു. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള ആളെന്ന് പറഞ്ഞാൽ അതിന് മൈക്കൊന്നും വേണ്ട. എനിക്ക് മൈക്കില്ലെങ്കിലും ഞാൻ പറഞ്ഞു. ഇത്രയും ദൂരെ ഇരിക്കുന്നതുകൊണ്ടാണ് മൈക്ക് വെച്ചിരിക്കുന്നത്. അതേ ദൈവം നിൽക്കുന്ന വലിയ മഹഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലൻ പത്രോസ് പറയുന്ന ഒരു കാര്യം, അതാണ് നമ്മുടെ ഇന്നത്തെ പ്രസംഗ വിഷയം. ഇത്രയും കാര്യം പറഞ്ഞത് ഞാൻ ആമുഖമാണ് പറഞ്ഞതേ ഉള്ളൂ. പ്രസംഗ വിഷയം അടുത്തതാണ്. ഈ ഞാൻ പറഞ്ഞ ഈ 3 വാക്യപ്രകാരം മുൻപോട്ട് ജീവിക്കുന്നവർ എന്ത് ചെയ്യണം? പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2 പേര് 1-ാം അധികാരം 10-11 വചനങ്ങൾ. അവൻ ഹ്രസ്വദൃഷ്ടി 10-11 വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ஆகையால் சகோதரரே, உங்கள் அழைப்பையும் தெரிந்து கொள்ளுதலையும் உறுதியாக்கும்படி ஜாக்கிரதையாயிருங்கள். இவைகளை செய்தால் நீங்கள் ஒரு காலம் இடறி விழுவதில்லை. இவ்விதமாய் நம்முடைய கர்த்தரும் இரட்சகருமாகிய இயேசு கிறிஸ்துவினுடைய நித்திய ராஜ்யத்துக்கு உட்படும் பிரவேசம் உங்களுக்கு பரிപൂർണമായി അളിക്കപ്പെടും. 3-ാം വാക്യം താഴോട്ട് വായിക്കുമ്പോൾ തന്റെ മഹത്വത്താലും വീര്യത്താലും വിളിച്ചവന്റെ പരിജ്ഞാനത്താലും ദിവ്യശക്തി നമുക്ക് വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു എന്ന് ഓർപ്പിക്കുന്നു. അതിനോട് ചേർന്ന് പല 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 കാര്യങ്ങൾ പറഞ്ഞിട്ട് 10-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ ഒരു നാളും നിങ്ങൾ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും എന്ന് ഓർപ്പിക്കുന്നു.
നമ്മുടെ പ്രത്യാശ അതാണ്. നിത്യരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ കൺവെൻഷൻ വെച്ചിരിക്കുന്നത്. അത് നാം മാത്രമല്ല, നമ്മെ കേൾക്കുന്ന ഏവരും ആ ആത്മീയനും പ്രാപിക്കുന്നവരാകണം. ആകണമെങ്കിൽ വിളിയെ, തെരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കുന്നവരാണ്. അലപ്പേയും പിന്നെ തെരിന്തുള്ളതിനെയും ഉറുതിപ്പെടുത്തുന്നവരാകണമെന്നാണ് തമിഴ് ചൊല്ലരുത്. അപ്പോൾ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കി നാം ജീവിക്കണം. ഇന്ന് എത്ര സഹോദരങ്ങൾക്ക്, ശുശ്രൂഷകർ ചേർന്ന് ഞാൻ ചോദിക്കുകയാണ്, എത്ര പേർക്ക് തങ്ങളുടെ വിളിയെ ഉറപ്പാക്കുവാൻ കഴിയുന്നുണ്ട്? എന്തിനായി നമ്മെ വിളിച്ചു, എന്തിനായി നമ്മെ വേർതിരിച്ചു, ഈ ആത്മീയ അനുഭവത്തിൽ കൊണ്ടുവന്ന ഉദ്ദേശം എന്താണ്? നാം ജനിച്ചപ്പോഴേ പെന്തക്കോസ്തരായിരുന്നില്ല. നാം ജനിച്ചപ്പോഴേ ഈ അവസ്ഥയിൽ ജീവിച്ചവരല്ല. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, മുമ്പ് ആരായിരുന്നെന്ന്. പല അവസ്ഥയിൽ ജീവിച്ചവരാണ്, പല കെട്ടുപാട് ജീവിച്ചവരാണ്, പല അനുഭവങ്ങൾ ജീവിച്ചവരാണ്. അവരെല്ലാം ദൈവം വിളിച്ച് വേർതിരിച്ച് തന്നെ മക്കളാക്കി തീർത്തിരിക്കുകയാണ്. ഞങ്ങൾ ഈ ശുശ്രൂഷകരായ ഞങ്ങളും ജനിച്ചപ്പോഴേ ഈ ഉടുപ്പിട്ട് ജനിച്ചവരല്ല. പല അവസ്ഥ ജീവിച്ചവരുണ്ട്. പെന്തക്കോസ്തിൽ ജനിച്ച് വളർന്നവരുണ്ട്, സമുദായത്തിൽ ജനിച്ച് വളർന്നവരുണ്ട്, മറ്റ് ഹിന്ദുമാർക്കത്തിൽ ജനിച്ച് വളർന്നവരുണ്ട്. അങ്ങനെ പല അവസ്ഥ ജീവിച്ചവർ, മുൻപ് ജീവിച്ചവർ ഇവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാം ദൈവം ഈ ലോകത്ത് നിന്ന് വിളിച്ച് വേർതിരിച്ച്, വിശുദ്ധ വിളിയാൽ വിളിച്ച് വേർതിരിച്ച് തൻ്റെ മക്കളാക്കി തീർത്ത് ഉന്നത വിളിയാൽ വിളിച്ച് ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനെ നാം ഉറപ്പാക്കുന്നവരാകണം. അവർക്ക് മാത്രമേ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ ഇടയിപ്പോകാതെ, പതറിപ്പോകാതെ, കലങ്ങിപ്പോകാതെ, കുലുങ്ങിപ്പോകാതെ വഴുതിപ്പോകാൻ ജീവിപ്പാൻ കഴിയുകയുള്ളൂ. ഇന്ന് അനേകരും വിളിയെ, തെരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കാതെ ജീവിക്കുന്നതിനാൽ ജീവിതത്തിൽ നേരിടുന്ന പല പ്രതിസന്ധികളെയും ജയിപ്പാൻ കഴിയാതെ പോകുന്നു. ശുശ്രൂഷകർക്ക് പോലും, വിശ്വാസികൾ മാത്രമല്ല ശുശ്രൂഷകർക്ക് പോലും അത് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാതെ പോകുന്നു. അത് ദുഃഖത്തോടെ ഓർപ്പിക്കുന്ന കാര്യം. ഞാൻ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ, പ്രത്യേകിച്ച് കൊറോണ സന്ദർഭത്തിൽ, നമ്മുടെ സഹോദരൻ, ഏതാണ്ട് 22 വർഷത്തോളം കർത്താവിനെ ശുശ്രൂഷിച്ച സഹോദരൻ കൊറോണയാൽ ഞാൻ ബാധിച്ചു, വിശ്വാസിയോട് കടന്നു, തന്നെ ശുശ്രൂഷിച്ചു. എങ്കിലും അതിനൊരു ഭേദം വരാൻ വന്നപ്പോൾ തന്നെ മനസ്സ് വളരെ ഭാരപ്പെട്ട് ക്ഷീണിച്ച് വീട്ടുകാരെ അറിയിച്ചു. വീട്ടുകാർ വന്ന് അവനെ കൊണ്ടുപോയി, എവിടെയോ ആശുപത്രിയിൽ കൊണ്ടുപോയി. സുഖമായില്ല, അവിടെ കിടന്ന് മരിച്ചുപോയി. പിന്നെ അവർ പറഞ്ഞു, ഇത്ര നാൾ വേറെ ചെയ്തില്ലയോ, ആരെങ്കിലും വന്ന് അടക്കണമേ എന്ന്. നമ്മുടെ ഉദ്ദേശിച്ച് വിട്ട് മണ്ണിട്ട് കലറ വെച്ചു. എന്ത് പ്രയോജനം? ഈ 10-30 വർഷം ജീവിച്ചിട്ട് എന്ത് ഗുണം? ഒരു പ്രയോജനമില്ല. വേറൊരുത്തൻ ശരീരത്തിന് വാരി ഭക്ഷണം കഴിക്കാൻ പോലും വയ്യാതെ കിടന്ന മനുഷ്യന് വാരിക്കൊടുത്ത് ദിവസങ്ങൾ പോറ്റി, അവനും വിട്ടുപോയി. വേറൊരു വ്യക്തി 10-40 വർഷം വേല ചെയ്തു, തനിക്കും നിലനിൽപ്പ് കഴിയാൻ വന്നു, പോയി. ഏതായാലും കൃപയാൽ ആക്കി അടുത്ത് നിന്ന് പോയെങ്കിലും അടുത്ത പെയ്ത്തല്ല പോയത്, അവിടെ മരിച്ചു. നമ്മൾ തന്നെ അടക്കിയതായാലും. ഇനി പറഞ്ഞത്, അനേകരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധി വരുമ്പോൾ നിലനിൽപ്പാൻ കഴിയാതെ പോകുന്നു, പിടിച്ചേൽപ്പാൻ കഴിയാതെ പോകുന്നു. എന്തുകൊണ്ടാണത്? വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാത്തത് കൊണ്ട്. വിളിയ തെരഞ്ഞെടുപ്പിനെ അലപ്പേയും തെരഞ്ഞെടുപ്പിനെയും നാം ഉറുതിപ്പെടുത്തുന്നവരാകണം.
വിളിയെ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നവരാകണമെന്ന. എന്തിനായി വിളിച്ചു? ഒരു 8 വാക്യം ഞാൻ പറഞ്ഞുതരാം. 8 വാക്യം പറഞ്ഞുതരാം. ആവശ്യമുള്ളവർ എഴുതിക്കൊള്ളുക എന്ന് നിർബന്ധമില്ല. എന്തിനായി നമ്മെ വിളിച്ചു എന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം അത് ഒരു പേപ്പർ എടുത്ത് എഴുതിക്കൊള്ളുക. എന്നിട്ട് പോകുമ്പോൾ ആ കടയിട്ടച്ച് പോകരുത്. ഇപ്പം എഴുതുന്നത് വീട്ടിൽ പോയിരുന്ന് വായിച്ചു നോക്കണം. 2 തിമോത്തിയോ 1:9. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 9-ാം വാക്യം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുൻപേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. അതാണ് 1. 2 1 പേതുരു 2-ാം അധ്യായം 20-ാം വചനം. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നമ്മെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ഏതിനായിട്ട് വിളിച്ചത്? അതിനായിട്ടല്ല. ഏതിനായിട്ട് വിളിച്ചാൽ വായിച്ചാലേ പറയണം. കഷ്ടം അനുഭവിച്ചിട്ട് നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊണ്ട എന്ത് പ്രയോജനം? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാണ്. അതിനായിട്ടല്ലോ അവൻ നിങ്ങളെ വിളിച്ചത്. നല്ല മാതൃകയാണ് എന്ത് ചെയ്യുന്നു? വെച്ചിട്ട് പോയിരിക്കുന്നുവെന്ന് അടുത്ത വാക്യം വായിക്കുന്നു. ഇനി അടുത്തത് 3-ാം അധ്യായം 9-ാം വചനം. അതേ പുസ്തകം 3:9. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. എത്ര വാക്യമായി? 3 വാക്യമായി. മറന്നുപോരതാരും. ഞാൻ ചോദിക്കും പിന്നീട്. അടുത്തത് 5:10. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അടുത്തത് 2 തെസ്സലോനി 2:14. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. 1 തിമോത്തിയോസ് 6:12. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. കൊലോസ്യർ 3:15. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. എഫേസ്യ ലേഖനം 4:4. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. എത്രണ്ണമായി? ഇതാ ഞാൻ പറഞ്ഞത്. ആർക്കും ആവശ്യമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളുടെ മധ്യേ തളർന്നു പോകുന്നത്, നിലനിൽപ്പ് കഴിയാതെ പോകുന്നത്. ഇപ്പോഴേ മറന്നുപോയി. നീ ഒന്നും എഴുതിയില്ലേ എന്ന് പറഞ്ഞ 8 കാര്യമുണ്ട്. 2 തിമോത്തിയോസ് 1:9, 1 പത്രോസ് 2:20, 3:9, 5:10, 1 തിമോത്തിയോസ് 6:12, 2 തെസ്സലോനി 2:14, കൊലോസ്യർ 3:15, എഫേസ്യർ 4:4. ഇതാണ് അവനെ വിളിച്ചത്. ഇനി എന്തിനാ അവൻ തെരഞ്ഞെടുത്തു? ആവർത്തന പുസ്തകം 14-ാം അധ്യായം 2-ാം വാക്യം. എന്തിനായി അവൻ നമ്മെ തെരഞ്ഞുകൊണ്ടു? ഉപാഗമം 14-ാം അധികാരം 2-ാം വചനം.
നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇനിയും യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. എഫേസ്യർ 1:4. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. യാക്കോബ് 2:5, ജേക്കബ് 2:5. പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തെരഞ്ഞെടുത്തില്ലയോ? എത്ര കാര്യങ്ങൾ വായിച്ചു, എത്ര വാക്യം വായിച്ചു? 4 വാക്യം. നിനക്ക് വേണ്ടേ? ആവർത്തന പുസ്തകം 14:2. അടുത്തത് യോഹന്നാൻ 15:16. എഫേസ്യർ 1:4, യാക്കോബ് 2:5. ഈ 4 നാം നമ്മെ തെരഞ്ഞെടുത്തത്. ഇത് നാം ഉറപ്പാക്കുന്നവരാകണം. ഇതൊക്കെ വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ മതി. ഇവിടുന്ന് വായിച്ച് വിശദീകരിക്കാൻ നേരമില്ല. ആ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി ജീവിക്കുന്നവർക്ക് എന്ത് വന്നാലും, എന്ത് പ്രതിസന്ധി വരട്ടെ, കഷ്ടം വരട്ടെ, രോഗം വരട്ടെ, നിന്ന വരട്ടെ, ആക്ഷേപം വരട്ടെ, പഴി വരട്ടെ, ദൂഷ്യ വരട്ടെ, നിന്ന വരട്ടെ, പരിഹാസം വരട്ടെ, എന്തും വന്നാലും ഇളകിയും ഇടറിയും പോകുകയില്ല. അത് ഉറപ്പാക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും നിലനിൽപ്പാൻ കഴിയാതെ പോകുന്നത്. ഇവയെ നാം ഈ നാളിൽ ഉറപ്പാക്കുന്നവരാകണം. ലോക സംഭവങ്ങൾ നമുക്ക് അനുകൂലമല്ല, ലോകരെ നമുക്ക് അനുകൂലമല്ല. വളരെ ശ്രദ്ധാലുക്കളായി നാം ജീവിക്കുന്നവരാകണം. ഇനിയുള്ള കാലം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നിറഞ്ഞു വരുന്ന കാലമാണ്. ഈ കാലം നിലനിൽക്കണമെങ്കിൽ, നമ്മിൽ ആരംഭിച്ച പ്രവൃത്തി തികയ്ക്കണമെങ്കിൽ നാം വിളിയും തെരഞ്ഞെടുപ്പിനെ നാം ഉറപ്പാക്കുന്നവരാകണം. നമ്മുടെ പൂർവ്വസ്ഥിതിയേക്കാൾ നമ്മുടെ അന്ത്യസ്ഥിതി അതിമഹത്തായി തീരണം. നമ്മുടെ ആരംഭത്തേക്കാൾ അവസാനം വളരെ നന്നായിരിക്കണം. നമ്മുടെ പിൻപിലത്തെ സ്ഥിതി മുമ്പിലത്തേക്കാൾ വലുതായിരിക്കണം. ഇയ്യോബ് 8:7 വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, അവൻ്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും എന്ന് ഓർപ്പിക്കണം. നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. സഭാപ്രസംഗി 7:8 വായിക്കുമ്പോൾ ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത് എന്ന് വായിക്കുന്നു. പ്രസംഗി 7:8. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. ഒരു കാര്യത്തിൻ തുവക്കത്തെ പാർക്കിലും അതിൻ മുടിവ് നല്ലത്. ഹഗ്ഗായി 2:9 വായിക്കുമ്പോൾ ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങൾ യഹോവ അരുളിച്ചെയ്യുന്നു. 2:9. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ബന്ധപ്പെട്ട് പറയാവുന്ന വിഷയങ്ങളാണ്. നമ്മുടെ ആരംഭത്തേക്കാൾ അവസാനം നന്നായിരിക്കണം. നമ്മുടെ പൂർവ്വസ്ഥിതിയേക്കാൾ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കണം. നമ്മുടെ പിന്നത്തെ സ്ഥിതി മുൻപിലത്തേക്കാൾ വളരെ വലുതായിരിക്കണം. ആഗ്രഹിക്കുന്നവർ മാത്രം അത് കൈ ഉയർത്തിക്കേ. ഹല്ലേലൂയാ. നമ്മുടെ ആരംഭത്തേക്കാൾ അവസാനം നന്നാകണമെങ്കിൽ, നമ്മുടെ പൂർവ്വസ്ഥിതിയേക്കാൾ അന്ത്യസ്ഥിതി അതിമഹത്താകണമെങ്കിൽ എങ്ങനെ ജീവിക്കണം അതുകൂടെ നാം ചിന്തിക്കണം. എങ്ങനെയെങ്കിലും
സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം പ്ലാൻ പ്രകാരം, സ്വന്തം ഹിതപ്രകാരം ജീവിച്ചാൽ അന്ത്യം നന്നാകുകയില്ല. ദൈവജനം പഠിക്കുമ്പോൾ ആരംഭം നന്നായിരുന്നു, അന്ത്യം മോശമായവരെ കാണുന്നു. ആരംഭം വളരെ മോശമായിരുന്നു, അവസാനം നന്നായിരുന്നത് വായിക്കുന്നുണ്ട്. എന്നാൽ വേറൊരു ഒരു പുള്ളി ആരംഭം മോശമാ, അവസാനം മോശം, പക്ഷേ ഇടക്കാലം അല്പം നന്നായിരുന്നു. അങ്ങനെ പുള്ളിയുണ്ട്. തോക്കവും മോശമാണ്, മുടിയും മോശമാണ്, ഇടക്കാലം മാത്രം അല്പകാലം നന്നായി ജീവിച്ച ഒരു വ്യക്തിയും കാണുന്നുണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞുതരാം. ആരംഭം നന്നായിരുന്നു, അവസാനം വളരെ മോശമായിപ്പോയി. 1 ശലോമോൻ, 2 ശിംശോൻ. ആരംഭം മോശമാ, അവസാനം മോശമാ, ഇടക്കാലം മാത്രം ഒരു 2 വർഷക്കാലം നന്നായിരുന്നു. അതാണ് ശൗല്. 40 വർഷം രാജാവായിരുന്നെങ്കിലും 2 വർഷം മാത്രമേ ദൈവത്തിന് പ്രധാനപ്രകാരം ഭരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ഇനി ആരംഭം വളരെ മോശമായിരുന്നു, അവസാനം വളരെ നന്നായി തീർന്ന വ്യക്തിയാണ് നമ്മുടെ അപ്പോസ്തലനായ പൗലോസ്. ആരംഭം ഈ വേലയ്ക്ക് വളരെ മോശം പ്രവർത്തിച്ചവനാണ്, അവസാനം വേലയ്ക്ക് വേണ്ടി ജീവനെ കൊടുത്തവനാണ്. ഈ 3 കൂട്ടരിൽ ഏത് കൂട്ടത്തിൽ ഇരിപ്പാൻ നമുക്ക് ആഗ്രഹമുണ്ട്? എന്നോട് പറയണ്ട, നിങ്ങളോട് പറഞ്ഞാൽ മതി. ഈ 3 കൂട്ടരിൽ ഏത് കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് ആഗ്രഹമുണ്ട്? എൻ്റെ ശബ്ദപരിധിയിൽ ആയിരിക്കുന്ന സഹോദരനെ ചോദിക്കുകയാണ്. ശലോമോൻ, ശിംശോൻ ഒരു കൂട്ടര്, ശൗൽ വേറെ കൂട്ടര്, അപ്പോസ്തലൻ പൗലോസ് 3-ാമത്തെ കൂട്ടര്. ഇതിൽ ഏത് കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടണം? ഒരിക്കലും ശലോമോൻ, ശിംശോൻ, ശൗൽ ഇവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടേണ്ട നമുക്ക്. അപ്പോസ്തലൻ പൗലോസിനെ പോലെ മതി. ആരും എങ്ങനെ ആയിക്കോട്ടെ, അവസാനം വളരെ നന്നായിരിക്കണം. നമ്മുടെ അന്ത്യകാലം, അവസാന നാളുകൾ വളരെ ഭംഗിയായിരിക്കണം. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, കഷ്ടങ്ങളോ പ്രയാസങ്ങളോ എന്തു വന്നാലും എനിക്ക് വിഷയമില്ല, എനിക്ക് അവൻ്റെ തേജസ് പ്രാപിക്കണം. റോമാലേഖനം 8-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ നമ്മിൽ 18 നമ്മിൽ വെളിപ്പെടാൻ വിദേശം വിചാരിച്ചാൽ ഈ കാലത്ത് കഷ്ടം സാരമില്ല. അടുത്ത വാക്യം 18-ാം വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. 2 കൊരിന്ത്യർ 4:16, 2 കൊരിന്ത്യൻസ് 4:16. നോടി നേരത്തേക്കുള്ള അതുകൊണ്ട് ഞങ്ങൾ ഈ വാക്യതാ നോടി നേരത്തേക്കുള്ള 17-ാം വാക്യം. 17. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഖാനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 22 നടപടികൾ 20-22. ബന്ധനങ്ങളും കഷ്ടങ്ങളും ഞാൻ ആത്മബന്ധിക്കപ്പെടാനായി ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. മോളി വായിക്കുമ്പോൾ ഞാൻ ആത്മബന്ധിക്കപ്പെടാനായി യെരൂശലേമിലേക്ക് പോകുന്നു. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ.
இப்பொழுதும் நான் ஆவியிலே கட்டுண்டவனாய் எருசலேமுக்கு போகிறேன். அங்கே எனக்கு நேரிடும் காரியங்களை நான் அறியேன். கட்டுகளும் உபத்திரவங்களும் எனக்கு வைத்திருக்கிறது என்று பரிசுத்த ஆவியானவர் பட்டணம் தோறும் தெரிவிக்கிறதை மாத்திரம் அறிந்திருக்கிறேன். ஆகிலும் அவைகளில் ஒன்றையும் குறித்து கவலைப்படேன். என் பிராணனையும் நான் அருமையாக எண்ணேன். என் ஓட்டத்தை சந்தோஷத்தோടെ முடிக்கவும் தேவனுடைய கிருபையின் சுவிசேஷத்தை பிரசங்கம் பண்ணும்படிக்கு நான் கர்த்தராகிய இயேசுவினிடத்தில் பெற்ற ஊழியத்தை நிறைவேற்றவுமே വിരുമ്പുகிறேன். ഈ അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം കൈവർത്തിക്കേ. മലയാളം തമിഴ് ആരായാലും ഈ വാക്യങ്ങൾ വായിച്ചു കേട്ടപ്പോൾ അത് മനസ്സിലായവർ മാത്രം സഹോദരന്മാരെ സൗകര്യവാൻ കൈവർത്തിക്കേ. ഹല്ലേലൂയ. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മ പട്ടണത്തോടെ പറയുന്നു. എങ്കിലും എൻ്റെ പ്രാണനെ വിലയേറെ എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ ക്രിസ്തു എന്ന ശിശുവോട് തേക്കണമെന്ന് എനിക്കുള്ളൂ. ഇതാണ് തൻ്റെ ആഗ്രഹം. നമുക്കത് മതി മക്കളെ, നമുക്കത് മതി. ബന്ധനം വരട്ടെ, കഷ്ടം വരട്ടെ, രോഗം വരട്ടെ, ദുഃഖം വരട്ടെ, എന്തു വന്നാലും ഞാൻ ഇതിനൊന്നും കാര്യമാക്കുന്നില്ല, ഞാൻ ഗണ്യമാക്കുന്നില്ല. എനിക്കെൻ്റെ ഓട്ടത്തെ ഓടി നല്ലൊരു ബിരുദം എനിക്ക് പ്രാപിക്കണം, നല്ലൊരു അവസാനം എനിക്ക് പ്രാപിക്കണം. ഈ ആഗ്രഹം നമുക്കുണ്ടാകണം. ഈ കൺവെൻഷൻ തീരുമാനിക്കണം. ഇതുവരെ ആ തീരുമാനം എടുക്കാത്തവർ ഈ കൺവെൻഷൻ തീരുമാനിക്കണം. കർത്താവേ, എനിക്കെൻ്റെ ഓട്ടം നന്നായി എനിക്ക് അവസാനിപ്പിക്കണം. നിത്യ ദൈവത്തോട് വാഴും എനിക്ക് ഇടയാകണം. ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം തൽക്കാലം ഞാൻ അറിയുന്നു. ഈ ഭൂമി മാറ്റപ്പെട്ട് കഴിയുമ്പോൾ എനിക്ക് നിത്യജീവിതം ആരംഭിക്കുന്നതിനുള്ള വെളിപ്പാട് എനിക്ക് തന്നതിനായ സ്തോത്രം. അതിനുവേണ്ടി എന്നെ ഒരുക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നവരാകണം. എന്നാൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതാർക്ക് കഴിയും? ദൈവീയ പ്രമാണങ്ങളെ അനുസരിക്കുന്നവർക്ക് മാത്രമേ കഴിയുള്ളൂ. ശലോമോൻ പറയുന്നു, തൻ്റെ അനുഭവത്തോട് ചേർന്ന് താൻ ആരംഭത്തിൽ താൻ പറഞ്ഞ വിഷയമാണ് നീതിമൊഴികൾ 25-ാം അധ്യായം സദൃശവാക്യങ്ങൾ 25-ാം അധ്യായം 5-ാം വാക്യം. രാജസന്നിധിയിൽ നിന്നും ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ ഒരു സിംഹാസന നീതിയാൽ സ്ഥിരമാകും. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവന്റെ സിംഹാസനം നീതിയാൽ സ്ഥിരപ്പെടും. ராஜாவின் முன்னின்று துஷ்டரை நீக்கிவிடு, அப்பொழுது அவனுடைய சிங்காசனம் நீதியினால் நிலை நிற்கும். ഇനിയും ചില വിഷയം ഞാൻ പറഞ്ഞാൽ, ശലോമോനെ പോലെ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചൊരു വ്യക്തി വേറെ ആരും ഉണ്ടായിട്ടില്ല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1 രാജ 3-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ തന്നെ പറയുന്നു, ഇവനെപ്പോലൊരു ഒരു മനുഷ്യൻ ഉണ്ടായിട്ടുമില്ല, ഇനിമേലെ ഉണ്ടാകത്തുമില്ല. 10-ാം വാക്യമാണോ? 3-ന്റെ 10 മലയാളത്തില്? തമിഴിൽ 11. 12-ാം വാക്യം. 12. ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടുമില്ല. നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകത്തുമില്ല. உன் வார்த்தைகளின்படி செய்தேன், ஞானமும் உணர்வும் உள்ள இருதயத்தை உனக்கு தந்தேன். இதிலே உனக்கு சரியானவன் உனக்கு முன் இருந்ததும் இல்லை, உனக்கு சரியானவன் உனக்கு பின் எழும்புவதுം இல்லை. അങ്ങനെ ദൈവത്തെ സാക്ഷ്യം പ്രാപിച്ചവനാണ് ശലോമോൻ. നിന്നെപ്പോലെ ഒരുത്തിന് ഭൂമി ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല. രാജസ്ഥാനത്ത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ചവനാണ് ശലോമോൻ. ദൈവത്തിന് സാക്ഷ്യം പ്രാപിച്ചവനാണ് ശലോമോൻ. അതിന് കാരണമുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ അവൻ നല്ല ജീവിച്ചവനാണ്. നാം സദൃശവാക്യത്തിൽ വായിച്ചതുപോലെ രാജസന്നിധിയിൽ നിന്നും ദുഷ്ടനെ നീക്കിയാൽ സിംഹാസന നീതിയാൽ സ്ഥിരപ്പെടും എന്നുള്ള വചനപ്രകാരം ഞാൻ ജീവിച്ചവനാണ്. 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവൻ്റെ രാജസ്ഥാനം അവന് കൈ സ്ഥിരമാകുന്നതിന് തടസ്സമായി പ്രവർത്തിച്ച 4 ശക്തികളെ അവൻ ഇല്ലായ്മയാക്കിയവനാണ്. 3 പേരെ കൊന്നുകളഞ്ഞു, ഒരാളിനെ ആ സ്ഥാനം നീക്കിക്കളഞ്ഞു. അങ്ങനെ രാജത്വം തൻ്റെ കൈ സ്ഥിരമായി എന്നാണ് 2-ാം അധ്യായം
48 വാക്യത്തിന്റെ അവസാന ഭാഗം ആയിരേ. அப்படி ராஜ்யபாரம் சாலமோனின் கையிலே ஸ்திரப்பட்டது. அப்படி இல்லையா? ഇല്ല, മലയാളം. അങ്ങനെ രാജത്വം ശലോമോന്റെ കയ്യിൽ സ്ഥിരമായി. എങ്ങനെയാണെന്ന് 1-2 അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അവന് ദാസമായി പ്രവർത്തിച്ചായ 4 പേരെ, 3 പേരെ അവൻ കൊന്നുകളഞ്ഞു, ഒരാളിനെ അവസാനം തള്ളി. 1 അദോനിയാവ്, 2 അബ്യാഥാര്, 3 യോവാവ്, 4 ശിമെയി. അത് അദോനിയാവിനെയും യോവാവിനെയും ശിമെയെയും കൊന്നുകളഞ്ഞു, അബ്യാഥാരെ ആ സ്ഥാനം തള്ളിക്കളഞ്ഞു. അദോനിയാവ് ജ്യേഷ്ഠ സഹോദരനാണ്, അബ്യാഥാര് പിന്നെ പുരോഹിതനാണ്, ശിമെയി യോദ്ധാവാണ്. അല്ല, ശിമെയി രാജധാനിയിൽ ജീവിച്ചവനാണ്. യോവാവ് സേനാപതിയാണ്. പക്ഷേ അങ്ങനെ 4 പേരെയും ആ സാർ നീക്കിയപ്പോഴാണ് രാജ്യത്തിന് സ്ഥിരമായത്. ഈ 4 പേരുടെ അർത്ഥമുണ്ട്. അദോനിയാവ് നിഗളം, അബ്യാഥാര് അന്യായത്തിൽ കൂട്ടു നിൽക്കുന്നവൻ, യോവാവ് പക, ശിമെയി അസ്ഥിരൻ. ഈ 4 പേരെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ 4 ദുഷ്ട സ്വഭാവങ്ങളാണ്. അവയെ നീക്കിയാൽ മാത്രമേ രാജത്വം സ്ഥിരമാകുകയുള്ളൂ. അങ്ങനെ രാജത്വം സ്ഥിരമാക്കി അതിനുശേഷമാണ് തൻ്റെ പ്രാർത്ഥന യഹോവയോട്, യഹോവേ ഈ ജനത്തെ നടത്താനുള്ള ആവശ്യം കൃപ തരണമേ, ജ്ഞാനം തരണമേ. 9-ാം വാക്യം 3:9. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ഞാനീ പറയുന്നത് മനസ്സിലാക്കുന്ന ദൈവമക്കളെ, ശലോമോൻ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചവനാണ്. ദൈവത്തിന് ഹിതപ്രകാരം അവൻ ജീവിച്ചവനാണ്. ദൈവത്തിന് പരമ്പരാഗതം ജീവിച്ചവനാണ്. നീക്കേണ്ടതൊക്കെ നീക്കി, അകറ്റേണ്ടവ അകറ്റി ജീവിച്ചവനാണ്. തൻ്റെ ആരംഭ സമയത്തൊക്കെ വളരെ നന്നായി ജീവിച്ചവനാണ് ശലോമോൻ. ദൈവത്തിന് സാക്ഷ്യം പ്രാപിച്ചവനാണ്. ഇനി നാം വായിക്കുമ്പോൾ ദൈവത്തിന് സാക്ഷ്യം മാത്രമല്ല, മനുഷ്യരാലും അവന് സാക്ഷ്യം പ്രാപിച്ചവനാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, 1 രാജ 10:4 വായിക്കുമ്പോൾ ശേബാരാജ്ഞി 1-ാം വാക്കിൽ വായിക്കുമ്പോൾ ശേബാരാജ്ഞി അവൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് അറിയുവാൻ കടന്നു വന്നു. 4-ാം വാക്യം വായിക്കുമ്പോൾ ശെബാരാജ്ഞി ശലോമോന്റെ സകല ജ്ഞാനവും അവൻ പണിത അരമന, അവന്റെ മേശയിലെ ഭക്ഷണം, അവന്റെ ഭൃത്യന്മാരുടെ ഇരിപ്പ്, അവന്റെ ശുശ്രൂഷയുടെ നടപ്പ് കിടപ്പ്, അവരുടെ ഉടുപ്പ്, അവന്റെ പാനപാത്രവാഹകന്മാരെയും യഹോവയുടെ ആലയത്തിലേക്കുള്ള അവന്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് അമ്പരന്ന് പോയി, അതിശയിച്ചു പോയി. അത്രമാത്രം മനുഷ്യരാലും വളരെ സാക്ഷ്യം പ്രാപിച്ച വ്യക്തിയാണ് ആര്? ശലോമോൻ. ശേബാരാജ്ഞി അവൻ്റെ സകല ജ്ഞാനത്തെയും പരിശോധിക്കാൻ വന്നപ്പോൾ അവൾ അന്തം വിട്ടുപോയി എന്ന അവൻ്റെ നടപ്പ്, അവൻ്റെ പ്രവൃത്തി, അവൻ്റെ ആലയത്തിലുള്ള എഴുന്നള്ളത്ത്, ശുശ്രൂഷയുടെ നില, അവൻ്റെ കൊട്ടാരത്തെ ജീവിതമൊക്കെ കണ്ടപ്പോൾ അവൾ അമ്പരന്ന് പോയി. അങ്ങനെ സാക്ഷ്യം പ്രാപിച്ച വ്യക്തിയാണ് ശലോമോൻ. എന്നാൽ തുറന്ന് വായിക്കുമ്പോൾ അവൻ ശപിക്കപ്പെട്ടവനായിപ്പോയി. പ്രമാണം പറയുന്നു, അന്യരുമായിട്ട് യാതൊരു സംസർഗം പാടില്ല, അന്യജാതിക്കാരുമായിട്ട് യാതൊരു സംസർഗവും പാടില്ല എന്ന് ദൈവം പ്രമാണം കൊടുത്തതാണ്. അന്യരുമായിട്ട് സമ്പർക്കം പാടില്ല, വിശുദ്ധമായ ജീവിതം നയിക്കണമെന്ന് പ്രമാണം കൊടുത്തത് മോശമുഖാന്തരം കൊടുത്തതാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ഒരു വിവാഹബന്ധം പോലും ജാതികളുമായിട്ട് ചെയ്യരുത്. ഉപാഗമം 7-ാം അധികാരം 1-ാം വചനം, ആവർത്തന പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. കുഞ്ഞിനെ അത് അറിഞ്ഞുകൂടല്ലേ? 7:1 ആവർത്തനം 7:1. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ ഹിത്യർ, ഗിർഗശ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നീ 7 മഹാജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും
നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം. അവരോട് ഉടമ്പടി ചെയ്യുകയോ കൃപ കാണിക്കുകയോ അരുത്. അവരുമായി വിവാഹ സംബന്ധം ചെയ്യരുത്. നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത്. പ്രമാണം. മോശമാണെന്ന് കൊടുത്ത പ്രമാണമാണ്. ജാതികളുടെ യാതൊരു സംസർഗം പാടില്ല. അറ്റ് മീൻസ് വിവാഹബന്ധം പോലും പാടില്ല. നിന്റെ പുത്രന്മാരെ അവരുടെ പുത്രിമാർക്ക് കൊടുക്കരുത്, നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാരുടെ ബന്ധം പാടില്ല. അങ്ങനെ പോലും എടുക്കരുത്. കാരണം അങ്ങനെ പോയാൽ ചില അന്യ ദൈവങ്ങളിലേക്ക് നിന്റെ മക്കളുടെ ഹൃദയം തിരിച്ചു കളയും. അതുകൊണ്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന് പ്രത്യേകം കൊടുത്ത പ്രമാണമാണ്. പക്ഷേ ശലോമോൻ കാലം വന്നപ്പോൾ അത് ലംഘിച്ചു. 1 രാജ 11-ാം അധ്യായം 1-ാം വാക്യം എടുത്തായിട്ട് വായിക്കുമ്പോൾ അന്യ സ്ത്രീകളെ അവന് ഭാര്യമാരായി എടുത്തു. 11:1 മുതൽ. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ച അരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ച അരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയുമെന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ. ദൈവമക്കളെ, ആ വാക്യം നാം മറന്നു പോകരുത്. താട്ട് വായിക്കുമ്പോൾ 9-ാം വാക്യം തോന്നുന്നു വായിക്കുന്നു. 2 പ്രാവശ്യം തനിക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 2 പ്രാവശ്യം ഓർപ്പിച്ച ശലോമോനെ, നീ അന്യരുമായിട്ട് ബന്ധം പുലർത്തരുത്, അന്യ സ്ത്രീകളെ വിവാഹം ചെയ്യരുത്, ജാതി നമ്മുടെ കൂടിക്കളർച്ച പാടില്ല എന്ന് ഓർപ്പിച്ചതാ. പക്ഷേ അനുസരിച്ചില്ല എന്ന് അവിടെ വായിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിൽ അന്യമായ ജീവിതം എത്രയോ ഉണ്ട്. അനാത്മീയമായ കാര്യങ്ങൾ, അയോഗ്യമായ കാര്യങ്ങൾ, സംസാരങ്ങൾ, ഇടപാടുകൾ, സഹകരണങ്ങൾ, പോക്കുകൾ, വരവുകൾ എത്രയോ ഉണ്ടെന്ന് ഓർത്തുകൊള്ളുക. പ്രമാണം പറയുന്നു അത് പാടില്ല. എഫേസ്യർ ലേഖനം 4:29 വായിക്കുമ്പോൾ 22 വായിക്കുമ്പോൾ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുന്നവരാകണം എന്ന് ദൈവാത്മ പ്രത്യേകം ഓർപ്പിക്കുന്നു. 1 പത്രോസ് 1:14 വായിക്കുമ്പോൾ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുള്ള മോഹങ്ങളെ നിങ്ങൾ മാതൃകയാക്കരുതേ എന്ന് ഓർപ്പിക്കുന്നു. 1 പത്രോസ് 1:14. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ പണ്ട് നിങ്ങളുടെ അറിവില്ലായ്മയുടെ കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ നിങ്ങൾ മാതൃകയാക്കരുത്. മുൻപത്തെ നടപ്പ് സംബന്ധിച്ച് ചതി മോഹങ്ങളാൽ വഷളായി പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുന്നവരാകണം. ഇതെത്രയോ പ്രാവശ്യം നാം ഈ പ്രസംഗം കേട്ടിട്ടുള്ളവരാണ്. ഇങ്ങനെ അന്യരുമായിട്ട് സംസർഗം പാടില്ല, അന്യജീവിതം പാടില്ല, ദൈവത്തെ ഹിതപ്രകാരം ജീവിക്കാവൂ, ദൈവീയ ആത്മപ്രകാരം ജീവിക്കാവൂ എന്ന് ദൈവാത്മ ഓർപ്പിക്കുമ്പോൾ നമ്മൾ എത്ര പേർക്ക് അത് അനുസരിപ്പാൻ കഴിയുന്നുണ്ട്? സംഘടനക്കാരൻ പറയുന്നു 1:1 ദുഷ്ടന്മാരുടെ ആരാധന നടക്കാതെയും പാവട് വഴി നിൽക്കാതെയും പരിഹാസ്യപ്പെടുത്തിൽ ഇരിക്കുകയും ചെയ്യരുത്. 1-ാം സങ്കീർത്തനം 1-2 വചനങ്ങൾ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും துன்மார்க்கருடைய ஆலோசனையில் நடவாமலும் பாவிகளுடைய வழியிலே நில்லாமலும் பரியாசக்காரர் உட்காரும் இடத்தில் உட்காராமலும். ഇത് എത്ര പേർക്ക് അനുസരിപ്പാൻ കഴിയുന്നുണ്ട്? പാപിയുടെ വഴി നിൽക്കാതെ, പരിഹാസിരിപ്പിടിച്ചിരിക്കാതെ, ദുഷ്ടന്മാരോട് അവൻ്റെ ആലോചന കേൾക്കാതെ ജീവിതം എത്ര പേർ കഴിയുന്നുണ്ട്? അനേകർ കഴിയുന്നില്ല. അനേകർക്കും അത് കഴിയില്ല. ദൈവീയ ആലോചനയ്ക്ക് അനുസരിച്ച് ഇപ്പം കഴിയുകയില്ല. ദൈവശബ്ദം കേൾക്കുകയില്ല. പിശാചിൻ്റെ ആലോചനയ്ക്ക് ശബ്ദം കൊടുക്കും. അവൻ്റെ ആലോചനയ്ക്ക് അവന് വഴിയിൽ നടക്കുന്ന അനുഭവം അനേകരിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നു,
ഞാൻ ക്രിസ്തുവിൻ്റെ എരിവോളം ഞങ്ങൾ എരിയുന്നു. നിങ്ങളെ ക്രിസ്തുവിന് ഏക കന്യകായി ക്രിസ്തു ഏകപുരുഷന് നിർമ്മലന് കന്യകായി വിവാഹം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലപ്പെട്ട് വഷായി പോകുന്ന ഭയപ്പെടുന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-3 വചനങ്ങൾ. 2 കൊരിന്ത്യർ 11-2-3 വാക്യങ്ങൾ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അടുത്തത്. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. நான் உங்களை கற்புள்ள கன்னிகையாக கிறிஸ்து என்னும் ஒரே புருஷனுக்கு ஒப்பு கொடுக்க நியமித்தபடியால் உங்களுக்காக தேவ வைராக்கியம் கொண்டிருக்கிறேன். ஆகிலும் சர்ப்பமானது தன்னுடைய தந்திரத்தினாலே ஏவாளை வஞ்சித்தது போல உங்கள் மனதும் கிறிஸ்துவை பற்றிய உண்மையை நின்று விலகும்படி கெடுக்கப்படுமோ என்று பயந்திருக்கிறேன். അതെ, ഇതെല്ലാം ഓർപ്പിക്കുന്നറിയാമോ? വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഓർപ്പിക്കുന്നത്. ഞാൻ എന്തിനായി വിളിച്ചു, എന്തിനായി വേദിച്ചു എന്നുള്ള അറിവ് നമ്മുടെ ജീവിതം ഉണ്ടാകണം. എങ്ങനെയെങ്കിലും ഒരു 19 വർഷം ജീവിച്ചങ്ങ് മരിക്കുക എന്നുള്ളതല്ല. ദൈവ ഉദ്ദേശം നമ്മൾ നിറവേറണം. ദൈവത്തിന് ആഗ്രഹം നമ്മൾ നിറവേറണം. ഈ കൺവെൻഷൻ കൊണ്ടുവന്നത് ഇവിടെ നമ്മുടെ സഹോദരൻ പറഞ്ഞല്ലോ, ബോംബെ കൺവെൻഷൻ പോയി, അവിടുന്ന് നേപ്പാളിൽ പോയി, അവിടുന്ന് ട്രിവാൻഡ്രത്ത് വന്നു, അവിടെ ഇപ്പോൾ കോഴിക്കോട് വന്നിരിക്കുകയാണ്. എന്തിനാണ് വന്നിരിക്കുന്നത്? ഇതൊക്കെ പണച്ചെലവുള്ളതാണ്. ഇത്രയൊക്കെ പണം ചെലവാക്കി യാത്ര ചെയ്ത് വന്ന ഉദ്ദേശം എന്താണ്? കയ്യിലെ കാശ് തീരാൻ വേണ്ടിയാണോ? കയ്യിലുള്ള കാശ് തീരാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്തത്? ബോംബെ പോയതും നേപ്പാളിൽ പോയതും ട്രിവാൻഡ്രത്ത് വന്നതും ഇവിടെ വന്നതും എന്തിനു വേണ്ടിയാ? നേപ്പാൾ സഹോദരൻ കയ്യിലെ കാശ് തീരാൻ വേണ്ടിയാണോ? അല്ല. ഒരാത്മീയനും പ്രാപിക്കണം, നല്ലൊരു മുടിവ് പ്രാപിക്കണം, നല്ല അവസാനം പ്രാപിക്കണം. അതിനുവേണ്ടിയാ. നീ എവിടാ? എങ്ങനെ ഇരിക്കുന്നത്? ഇരുമ്പലിയൂരാ? ഇരുമ്പലിയൂരിൽ നിന്ന് വന്ന് നിന്നെ സ്വന്തം ഇടങ്ങ മധുരൈ. അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഇല്ലേ? എല്ലാം ഉണ്ട്. അതെല്ലാം വിട്ടിട്ട് ഇപ്പോൾ കർത്താൻ വേലയിലാണ്. ഇരുമ്പലിയൂര കർത്താൻ ഷൂട്ട് ചെയ്യുന്നത്. ഇരുമ്പലിയൂർ ഇപ്പോൾ ഇവിടെ അവരയച്ചു, ഇവിടെ വന്നിരിക്കുക. എന്തിനാ വന്നേ? വേറെ ജോലിയിലായിട്ട് വന്നതല്ല. നല്ല ഉദ്ദേശത്തോടെ, നല്ലൊരു നോക്കത്തോടെയാണ്. എൻ്റെ മുടിവ് എപ്പിടി ഇരിക്കണോ? മുൻപിലേക്കാൾ നല്ലതായിരിക്കണം. പിടി ജീവിച്ചാലും ജോലി ചെയ്യാം. ജോലി ഉണ്ടായിരുന്നോ? ഇന്നലെ നമ്മുടെ ഇവിടുത്തെ അമ്മച്ചിയുടെ നോക്കുന്നൊരു സൗകര്യം കണ്ടു. സംസാരിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഈ സൗകര്യം നോക്കുന്നത് അവൾ ബാങ്ക് മാനേജരായിരുന്നെന്ന്. ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, IOBയിലെ ഹെഡ് മാനേജരല്ല, അസിസ്റ്റൻറ്റ് മാനേജരായിരുന്നു അവൾ പറഞ്ഞതിനോട്. ഇവിടുത്തെ സെൻട്രൽ വെച്ച് നോക്കുന്ന സൗകര്യം പറഞ്ഞതാണ്. ഞാൻ അവിടുത്തെ പ്രധാന മാനേജരല്ല, അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പം അത് വിട്ടേച്ച് വന്നിരിക്കുകയാണ് ഞാൻ. എന്തിനു വേണ്ടി? അത് ജീവിച്ചാൽ 50-60 വർഷം ജീവിക്കാം, ശമ്പളം കിട്ടും, പിന്നെ എന്താ ഇതെന്ന് അറിഞ്ഞുകൂടാ. ഇതല്ല. ആ സിയോൻ അവകാശമാക്കുവാൻ, ആ അതിവിശുദ്ധ അവകാശമാക്കുവാൻ, ദൈവത്തോട് വസിപ്പാൻ, ഇതെല്ലാം ചപ്പും ചവറും എണ്ണി വന്നിരിക്കുകയാണ്. ആ ഉദ്ദേശം നമ്മൾ നിറവേറണം. ഇവിടിരിക്കുന്ന ഈ സഹോദരിമാരും ഈ സഹോദരന്മാരും ഞങ്ങളും നോക്കിയാൽ കുടുംബമായിട്ട് ജീവിക്കാൻ വഴിയുണ്ട്. അറിവിനൊത്തവർക്ക് ജോലിയൊക്കെ ചെയ്ത് വലിയ ഹൈ ലെവൽ അല്ലെങ്കിലും ഒരു ലോ ലെവൽ ആയാലും ജീവിക്കാവുന്ന ജോലിയൊക്കെ കിട്ടും, ഒക്കെ ജീവിക്കാമായിരുന്നു. ഇതൊന്നും വേണ്ട. അപ്പൻ വേണ്ട, അമ്മ വേണ്ട, കുടുംബം വേണ്ട, ഭാര്യ വേണ്ട, മക്കൾ വേണ്ട, സഹോദരങ്ങൾ വേണ്ട, ദേശം വേണ്ട, ദേശനിവാസികൾ വേണ്ട, പണം വേണ്ട, സമ്പത്ത് വേണ്ട, ഓരോ ഭൂമി ഒന്നും വേണ്ട. എൻ്റെ യേശു മാത്രം മതി എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് ഉദ്ദേശം ആ പുതിയ സിയോൻ അവകാശമാക്കാൻ വേണ്ടിയാണ്. അത് പ്രാപിക്കുന്നവരാകണം. അത് പ്രാപിച്ചില്ലെങ്കിൽ നമ്മെപ്പോലെ ദോഷമായ മനുഷ്യ ഭൂമിയിൽ ആയിരുമില്ല. പ്രാപിക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന ഏവരും ഓർപ്പിക്കണം കാര്യം. നാം ഒന്നും വേണ്ട. ഒരിക്കലും പാട്ട് പാടുമായിരുന്നു. പാട്ടുമാരി 18 അമ്മച്ചി പാടിക്കേ. പാട്ടമ്മച്ചി ഏത് പാട്ടാ? ലോകവും വേണ്ട,
എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥന്റെ സന്നിധി ചേർന്നാൽ മതി. ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥന്റെ സന്നിധി ചേർന്നാൽ മതി. അടുത്ത മിശ്രം വിട്ടത് കേതിപ്പാൽ ഒന്നുമില്ല, ആശ്വാസദേശവന് മുൻപിലുണ്ട് എന്നാ പാടുന്നുണ്ട്. ഇനി സ്വർഗീയ പിതാവേ നിൻ തിരുവെന്ന പാട്ടിനകത്ത് പാട്ടുണ്ട്. ഏത് പാട്ട് പാടും? എൻ്റെ ദൈവമേ പഠിക്കൂ. നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടും നീ, ഞാനിന്നു മോദമാ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഒരു കാലത്ത് ഇങ്ങനെ പാട്ട് പാടിയാണ് നമ്മൾ ഈ പ്രവൃത്തി തുടങ്ങിയത്. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട, എൻ്റെ യേശു ഇഷ്ടം മാത്രം മതി. ഇന്ന് പാടുന്നത് എങ്ങനെയാ? ഇന്ന് പാടുന്നത് എങ്ങനെയാ? ഇന്ന് പാടുന്നത് എങ്ങനെയാ? അവനെ വെച്ച് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് മറുപടി മിണ്ടുന്നില്ല. നിന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, എൻ്റെ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. ഞാൻ തമാശ പറയുന്നതല്ല. ഇന്ന് അനേകരം പാട്ടിങ്ങനെയാ. വെള്ളത്തിൽ പോട്ടും കൂട്ടത്തിൽ പാട്ടും ആരും അറിയത്തില്ലല്ലോ. ഒരിക്കൽ നാം പാടി എൻ്റെ യേശു മാത്രം എനിക്ക് മതി, ലോകം വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, യേശു മതി എനിക്ക്. അതാണ് യേശു മതി എനിക്ക്, യേശു മതി എനിക്ക്, യേശു മതി എനിക്ക്, എന്നേശു മാത്രം മതി എനിക്ക്, എന്നേശു മാത്രം മതി എനിക്ക്. തമിഴ് നമ്മളെപ്പോഴും പാടും. നീ പാട് പാട് തമിഴ് പാട്. യേശു പോതും എനിക്ക്, യേശു പോതും എനിക്ക്, യേശു പോതും എനിക്ക്, എന്നേശു മാത്രം പോതും എനിക്ക്, എന്നേശു മാത്രം പോതും എനിക്ക്. അതെന്റെ ജീവകാലം മുഴുവൻ എൻ്റെ യേശു മാത്രം എനിക്ക് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഈ ഭൂമി എനിക്ക് വേറെ ഒന്നും വേണ്ട, എൻ്റെ യേശു മാത്രം മതി. അങ്ങനെ തുടങ്ങിയവരാണ് നാം ഓരോരുത്തരും. ഇന്നോ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ശുശ്രൂഷ വിശ്വാസികളും ഈ പാട്ട് പാടിയാണ് ആരംഭിച്ചത്. ഈ ഭൂമിയിൽ ഒന്നും എനിക്ക് വേണ്ട, എൻ്റെ യേശു മാത്രം മതി. അനുഭവങ്ങൾ പലതുണ്ട്. യാത്ര ചെയ്യാൻ വണ്ടിക്കൂലിയില്ല, ഉടുക്കാൻ തുണിയില്ല, കിടക്കാൻ വീടില്ല, ഭക്ഷിക്കാൻ ആഹാരമില്ല, ഒന്നുമില്ല, ജീവിച്ച കാലം ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് തുടങ്ങിയ വേലയാണിത്. നമ്മുടെ എം ടി തോമച്ചൻ പറയും ഇന്ന് തുടങ്ങിയിട്ട് ഇത് 102 വർഷമായാണ്. 102 വർഷം പറയുമ്പോൾ 1923 അന്ന് ആരംഭിച്ച വേലയാണിത്. അന്ന് കയ്യിൽ ആരുമില്ല, വെള്ളെണ്ണാൻ പോലും ആൾപ്പാക്കില്ലാതെ തുടങ്ങിയ വേലയാണിത്. ഇന്ന് ലക്ഷങ്ങളുണ്ട് ഭൂമിയിൽ നാനാഭാഗത്തായിട്ട്, ലക്ഷങ്ങൾ കോടികളെ ദൈവമൊക്കെയുള്ള സമയമാണിത്. ഒന്നുമില്ലായ്മ തുടങ്ങിയിട്ടിപ്പോൾ അനുഗ്രഹിക്കുക ദൈവം നമ്മെ വലിയ അനുഗ്രഹത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ മുൻ ചീഫ് പാസ്റ്ററായിരുന്ന നമ്മുടെ എം ടി തോമച്ചൻ കൂടെ പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആളുടെ പേരെന്തുവാ? വിൻസെൻ്റ്. നമ്മുടെ ചീഫ് പാസ്റ്റർ കൂടെ ഒരാളുടെ പേര് പറയും. ആളുടെ പേര് ഏസ്യാപ്പച്ചൻ്റെ പേര്. ഏസ്യാപ്പച്ചൻ നിങ്ങളെല്ലാം മറന്നുപോയി. ഏസ്യാപ്പച്ചൻ്റെ പേര് എപ്പോഴും പറയും. ഈ ഏസ്യാപ്പച്ചൻ 76 മരിച്ച ഏസ്യാപ്പച്ചൻ. അതെ, ഏസ്യാപ്പച്ചൻ പറയാതാ. 76 മരിച്ചു. പുള്ളി അവസാനത്തെ വർക്കേഴ്സ് മീറ്റിംഗ് കൊട്ടാരം നടത്തുമ്പോൾ ഇപ്പോൾ പറഞ്ഞ ഒരു വിഷയമാണ്. ദൈവമക്കളെ, നമുക്ക് ഇനി കാലം ഇനി അധികമില്ല. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും. കാലം നീളാൽ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും. ഈ പറയുമ്പോൾ പല 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 കാര്യങ്ങൾക്കും കുറവുള്ള സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം മാറി നമുക്ക് നമ്മെ സമൃദ്ധിയിൽ കൊണ്ടുവരും. എല്ലാം ഉണ്ടാകുമ്പോഴും എങ്ങനെ ഇരിക്കണം? ഒന്നും ഇല്ലാത്തവരെ പോലെ ഇരിക്കണം. എന്നാൽ ഒന്നുമില്ലെങ്കിലും ആരെ പോലെ ഇരിക്കണം? എല്ലാം ഉള്ളവരെ പോലെ ആയിരിക്കണം. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കണം. ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവരെ പോലെ. ഞാനത് അനുഭവസ്ഥനാണ്. എൻ്റെ ചെറുപ്പ സമയത്ത് ഞാൻ കൂടിക്കൊണ്ട് വിശ്വാസ വീട്ടിൽ
താമസിക്കുന്ന ഒരു വാടക വീടാണ്. ഇന്നത്തെ പോലെ വലിയ വാർത്ത വീടൊന്നുമല്ല, ഓല മറിഞ്ഞ വീടാണ്. എന്നാൽ അവിടെ അതിനിടയ്ക്കൂടെ പുക ഉയരുന്നത് എന്നും കാണാം. പ്രത്യേക റോഡ് സൈഡാണ്. നല്ല കുങ്കുമ വീടിനകത്ത് പുക ഉയർന്നത് ഓലക്കിടയിൽ കൂടെ പുറത്ത് വരുന്നത് കാണാം. അപ്പോൾ കാണുന്നവർ ചിന്തിച്ചോട്ടെ, എന്ത് ചിന്തിച്ചോട്ടെ, പാട്ടം പറ്റി എന്ത് ചിന്തിച്ചോട്ടെ, ഈ വീട്ടിൽ എന്തൊക്കെയോ പാചകം ചെയ്യുന്നുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഒരു നേരത്തെ കഞ്ഞിക്കുള്ള അരി പോലും വീട്ടിലില്ല. അടുപ്പിൽ കലം വെച്ചിട്ട് മൺകല ഇന്നത്തെ പോലുള്ള വലിയ സ്റ്റെയിൻലെസ് സ്റ്റീലിലൊന്നുമല്ല, ഗ്യാസുമല്ല. അടുപ്പ് വെച്ചിട്ട് തീ കത്തിക്കും. ഈ റബ്ബറിൻ്റെ ഇലയൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. വാരി കൊണ്ടുവന്നിട്ട് തീ കത്തിക്കും. തീ കത്തിച്ച് വെള്ളം ചൂടാക്കുന്നതാണ്. കുടിക്കാൻ വേണ്ടി അല്ല, കഴിക്കാനൊന്നുമല്ല, കുടിക്കാനാ. വേറെ കഴിക്കാനൊന്നുമില്ല, അരിയൊന്നുമില്ല. അപ്പോൾ കാണുന്ന റോഡെ പോയി ചിന്തിച്ചോട്ടെ, ഈ വീട്ടിലെന്തോ ചാപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് കണ്ടോട്ടെന്നാ. സത്യമാണെങ്കിൽ ഒന്നുമില്ല അവിടെ. ഞങ്ങൾ കണ്ടിട്ടുള്ളവരാ. ഓർക്കുമ്പോൾ ദുഃഖമുണ്ട്. എനിക്ക് ഇന്ന് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട്. ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കളയുന്ന ചോറ്. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഫെയ്ത്തോം നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് പ്ലേറ്റ് നോക്കിയപ്പോൾ ഓരോ പ്ലേറ്റിലുണ്ട് അര പ്ലേറ്റ് വെച്ച് ചോറ്. തിന്നിട്ട് ബാക്കിയായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇന്ന് ആർക്കും വേണ്ട. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് കഴിക്കാൻ നേരമില്ല, കൊടുത്ത കഴിക്കത്തുമില്ല. അങ്ങനല്ലയോ? அப்படி തന്നെ, നേരവുമില്ല, വേണ്ടതാനും. എനിക്ക് ഓർമ്മയുണ്ട് ആഗ്രഹിച്ചുകൊണ്ട് കിട്ടാൻ. എന്നെ പറഞ്ഞത്, ഒന്നുമില്ലാഞ്ഞ കാലത്ത് എന്ത് സന്തോഷം അറിയാമോ? ഒരു മീറ്റിംഗ് വന്നാൽ ആത്മാവ്, സന്തോഷം, അന്യഭാഷ, പ്രവചനം, വ്യാഖ്യാനം, വളരെ അനുഗ്രഹമായിരുന്നു. അതൊക്കെ കണ്ട ഞാൻ ഈ വേല വന്നേ. അന്ന് ദൈവമക്കളുടെ ആ കൂട്ടായ്മയും ആ സഹകരണവും ആത്മനിറവും അന്യഭാഷയും ആരാധന സംബന്ധിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോ ജീവിതമോ കണ്ട് ഞാൻ ഈ വേല വന്നേ. ഇന്നതിൻ്റെ ഒരു പൊടി പോലും കാണാനില്ല. പാടാൻ സമയം കൊടുത്താലും ആത്മാറ സമയം കൊടുത്താലും കിലോമീറ്റർ കുത്തിയിരിക്കുന്നതല്ലാതെ ഒരു മനുഷ്യൻ പോലും ആത്മാ നിറയില്ല. വേണമെങ്കിൽ ഇങ്ങനെ പഴയ അമ്മച്ചിമാർ വെറ്റലയിൽ ചുണ്ണാൻ തേക്കുമ്പോൾ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കും. ഇടിയോറിൽ മുറുക്കാൻ ഇടിക്കുന്ന പോലെ ഇങ്ങനെ ഇടിച്ച് കാണിച്ചുകൊണ്ടിരിക്കും ഓരോരുത്തർ. ഇന്ന് ആത്മാർ അനേക ജീവിതത്തിൽ ഇല്ല, അന്യഭാഷ ഇല്ല, ദൈവമായിട്ട് ബന്ധമില്ല. ദൈവമൊക്കെ ഇതൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം, ഒരു ആത്മീയ അനുഭവം ഉണ്ടാകണം. നമ്മുടെ ആരംഭത്തിൽ അവസാനം നന്നാകണം. വിഷയം ശലോമോൻ നല്ല സാക്ഷ്യം പ്രാപിച്ചത്. പക്ഷേ അവസാനം വന്നപ്പോൾ അന്യമായ ജീവൻ നയിച്ചു. 2 പ്രാവശ്യം ഓർപ്പിച്ചത് പാടില്ല എന്ന്. അത് അവൻ കീഴ്പ്പെട്ടില്ല. അവിടെ എന്തു പറ്റി? ശലോമോന്റെ കാലമായ ശേഷം ഇസ്രായേൽ രാജ്യം 2ആയി പോയി. തൻ്റെ മകനായ രെഹബ്യാവിൻ്റെ വീടിൽ യഹൂദ രാജ്യവും തൻ്റെ സേനാനായകനായ യൊരോബെയാമിൻ്റെ കീഴിൽ 10 ഗോത്രം ചേർന്ന് ഇസ്രായേലുമായിട്ട് പിരിഞ്ഞുപോയി. രെഹബ്യാം രാജാവായി കഴിഞ്ഞപ്പോൾ ആരാധന നിന്നു. 2 ബിംബം ഉണ്ടാക്കിയിട്ട് പറയുന്നു, ഇനി യെരൂശലേമിൽ പോകണ്ട. 12-ാം അധ്യായത്തിൽ ഇനി യെരൂശലേമിൽ പോകണ്ട. 25-26 12-ന്റെ 12-28 ഇനി യെരൂശലേമിൽ പോകണ്ട, ഇവിടെ താമസിച്ചോളാൻ. 1 രാജ 12-28 നീ വായിര്. ஆகையால் ராஜாவானவன் யோசனை பண்ணி பொன்னினால் 2 கன்றுக்குட்டிகளை உண்டாக்கி ஜனங்களை பார்த்து, நீங்கள் எருசலேமுக்கு போகிறது உங்களுக்கு வருத்தம். இஸ்ரவேலரே, இவைகள் உங்கள் எகிப்து தேசத்திலிருந்து வரப்பண்ணின உங்கள் தேவர்கள் என்று சொல்லி ஒன்றை பெத்தேலிலும் ஒன்றை தானிலும் ஸ்தாபித்தான். ആകയാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി, നിങ്ങൾ യെരൂശലേമിൽ പോയത് മതി. ഇസ്രായേലേ, ഇതാ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമെന്ന് അവരോട് പറഞ്ഞു. അവൻ ഒന്നിനെ ബേഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. വേറെ പണി കാണിച്ചു. പ്രമാണം പറയുന്നത് ശുശ്രൂഷ ചെയ്യേണ്ടത് ആരാണ്? ലേവ്യർ എന്ന. അവിടെ തന്നെ വായിക്കുന്നു, ലേവ്യരല്ലാത്ത അവൻ പുരോഹിതന്മാരാക്കിയെന്ന്.
അവൻ പൂജാഗിരി ക്ഷേത്രങ്ങളും ഉണ്ടാക്കി സർവ്വജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരായി നിയമിച്ചു. அவன் மேடையாகிய ஒரு கோவிலையும் கட்டி லேவியின் புத்திரராய் இராத ஜனத்தில் ஈனமானவர்களை ஆசாரியராக்கினான். ഇതൊക്കെ ശലോമോന്റെ പിൻതലമുറയായ യെരോബയാവിന്റെ കാലത്ത് നടന്ന വിഷയങ്ങളാണ്. ഇന്ന് അനേകരുടെ ജീവിതം എങ്ങനെയാണ്? ദൈവപ്രമാണമില്ലാതെ സ്വന്തം ഇഷ്ടം ജീവിക്കുന്നതിനാൽ തങ്ങൾക്ക് തോന്നുന്ന പോലെ ജീവിതം നയിക്കുന്നത്, എങ്ങനെയും ജീവിതം നയിക്കുക, എവിടെയും പോയി പോവുക, ആരോടും ബന്ധപ്പെട്ട് ജീവിക്കുക. അങ്ങനെ ആകരുത്. എന്തു പറ്റി? ശലോമോൻ നല്ല അവസരം പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. അതുപോലെ അതാണ് ശിംശോൻ ജീവിതം ഒഴിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൻ്റെ 3-4-5 വാക്യം വായിക്കുമ്പോൾ അവൻ്റെ അമ്മയോട് പറയുന്നു, നീ ഗർഭം ധരിച്ച മകനെ പ്രസവിക്കും, തലയിൽ ക്ഷൗരക്ക് തൊടിക്കരുത്, യഹോവയ്ക്ക് നാസീരാണ്, വീഞ്ഞും മദ്യം കുടിക്കരുത് എന്നൊക്കെ ഓർപ്പിക്കുന്നു. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരെ വിളിയിപ്പാൻ തുടങ്ങുന്നവനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വളർത്തി കൊണ്ടുവന്നു. വിശുദ്ധാത്മാവനെ അവന് മേൽ ആവർത്തിച്ചു വന്ന് 13-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങിയെന്ന് വായിക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിൻ്റെ 7 മുതലോട് 16-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ 9 സമയത്ത് ആ ഫെലിസ്ത്യരെ തോൽപ്പിച്ചെന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ 16, 17, 18 വാക്യം വായിക്കുമ്പോൾ ദലീൽ, അവൻ്റെ ഭാര്യ ദലീൽ അവനെ അസഹ്യപ്പെടുത്തി, അവന് ശക്തി എവിടെയെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവനെ ശേഷം മനുഷ്യ പോലെ ആക്കി തീർത്തു. അവൻ്റെ തലയിലെ 7 ജടയും മുറിച്ച് കളഞ്ഞ് ശേഷം മനുഷ്യപോലെ അവൻ ആക്കി തീർത്തു. തുറന്ന് വായിക്കുമ്പോൾ അവന് അവസാനം അന്യരോടുകൂടിയായിരുന്നു. ദാഗോൻ ക്ഷേത്രം തൂണ് കുലുക്കി മറിച്ചിട്ട് ദുഷ്ടന്മാർ ചത്തപ്പോൾ അക്കൂട്ടത്തിൽ ശിംശോന് മരിച്ചുപോയി. ഒരിക്കലും നമ്മുടെ ജീവിതം അങ്ങനെ ആകരുത്. ദുഷ്ടന്മാരോടുകൂടി നമുക്ക് ഓഹരി പ്രാപിപ്പാൻ പാടില്ല. അവൻ്റെ ആരംഭം വളരെ നന്നായിരുന്നു. 7 ദുഷ്ടശക്തിയെയും ജയിക്കുന്നവനായിരുന്നു. വീഞ്ഞുമദ്യം കുടിക്കാത്തവനായിരുന്നു. യഹോവയ്ക്ക് നാസീരായിരുന്നു. ക്ഷൗരകത്തി തൊടുവിക്കാർ ജീവിച്ചവനായിരുന്നു. അങ്ങനെ ജീവിച്ചപ്പോൾ വൻ കാര്യങ്ങൾ അവനെ കൂടി ദൈവം നടത്തി. എന്നാൽ ജഡ മുറിച്ചു കളഞ്ഞപ്പോൾ അവൻ ശേഷം മനുഷ്യ പോലെ ആയി തീർന്നു. അത് 18-19 വാക്യം വായിക്കുമ്പോൾ തലേ ജഡയാണ്. എന്റെ തലയിൽ തൊട്ടിട്ടില്ല. വാക്യം 17-ാം വാക്യം 16-17. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനാകുന്നു. ക്ഷൗരം ചെയ്താൽ എന്റെ ബലം എന്നെ വിട്ടു പോകും. ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ തന്റെ ഉള്ളം മുഴുവനും അവൻ അറിയിച്ചു എന്ന് കണ്ടപ്പോൾ ദലീല ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിപ്പാൻ ആളയച്ചു. ഇന്ന് വരുവീൻ, അവൻ തന്റെ ഉള്ളം മുഴുവനും എന്നെ അറിയിച്ചിരിക്കുന്നു എന്ന് പറയിച്ചു. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്നു, പണവും കയ്യിൽ കൊണ്ടുവന്നു. അവൾ അവനെ മടിയിൽ ഉറക്കി ഒരാളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. അവൻ ശേഷം മനുഷ്യ പോലെ ആയി തീർന്നു. ഒരിക്കലും നമ്മുടെ ജീവിതം അങ്ങനെ ആകരുത്. നമുക്കധികം ദൈവശക്തി നഷ്ടപ്പെടുത്തി കളയുന്നവരാകരുത്. ആ ദൈവശക്തി അറിഞ്ഞ് ജീവിക്കുന്നവരാണ്. ദൈവ പ്രമാണത്തെ അനുസരിക്കുന്നവരാണ്. ഉപദേശത്തെ ചട്ടങ്ങൾ അനുസരിക്കുന്നവരാണ്. വിളിയെയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കി നാം ജീവിക്കുന്നവരാകണം. അന്യശക്തിക്ക്, ലോകശക്തിക്ക് ഇടം നാം കൊടുക്കുന്നവരാകരുത്. ആരെങ്കിലും അസഹ്യപ്പെടുത്തിയാലും അവന് വാക്കിനൊന്നും നാം ഇടം കൊടുക്കുന്നവരാകരുത്. ദൈവീയ പ്രമാണത്തെ മാത്രം ഇടം നാം കൊടുക്കാവൂ. അത് നാം ജീവിക്കുന്ന അങ്ങനെ തീരുമാനിക്കുന്നവരാണ്. ദൈവീയ ആലോചനയ്ക്ക് നാം ചെവിയോട് ജീവിക്കുന്നവരാണ്. ശിംശോനെ പോലെ ഒരു അവസരം പ്രാപിപ്പാൻ ഇടയാകരുത്. ശലോമോനെ പോലെ അവസരം പ്രാപിപ്പാൻ ഇടയാകരുത്. അടുത്തത് ഇടക്കാലം നന്നായിരുന്നത് ശൗലിനെ കുറിച്ചാണ്. ശൗൽ കൊടുത്ത പ്രമാണം അനുസരിച്ച് അവൻ 2 വർഷം ജീവിച്ചുള്ളൂ. അത് ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 10-11 അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 11-ാം അധ്യായം 1-ാം വാക്യം. 1 ശമൂവേൽ 11:1. അനന്തരം അമ്മോന്യനായ നാഹാശ് പുറപ്പെട്ടു വന്ന് ഗിലെയാദിലെ യാബേശിന് നേരെ പാളയം ഇറങ്ങി. യാബേശ് നിവാസികളൊക്കെ നാഹാശിനോട്, ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. 13:1. ശൗൽ രാജാവായപ്പോൾ 30 വയസ്സുള്ളവനായിരുന്നു. അവൻ ഇസ്രായേലിൽ 2 സംവത്സരം വാണു. അപ്പോസ്തലപ്രവൃത്തിയിൽ 40 വർഷത്തിനുണ്ട്. പക്ഷേ അഭിഷേകത്തിൽ 2 വർഷം ജീവിച്ചുള്ളൂ. 32 വർഷവും അഭിഷേകം ഇല്ലാത്തവനാണ് ജീവിച്ചത്.
അതാണ് അവൻ്റെ ആരംഭം. കഴുത നോക്കുന്നതിനായിരുന്നു. അവസാനം അമാലേക്കൻ കൊന്നുകളഞ്ഞു. ഇടക്കാലം 2 വർഷം മാത്രമേ ദൈവത്തെ ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. നമുക്ക് അങ്ങനെയും വേണ്ട. ഇനി അടുത്തത് അപ്പോസ്തലൻ പൗലോസാണ്. പൗലോസിൻ്റെ ജീവിതം ഞാൻ പറഞ്ഞല്ലോ, അവൻ ആരംഭം വളരെ മോശമായിരുന്നു. ഈ വേലയ്ക്ക് എതിരായി പ്രവർത്തിച്ചവനാണ്. യെരുശലേമിൽ പോയി അന്നത്തെ പുരോഹിതന്മാരുടെ അനുവാദമോചനം വന്ന് ദൈവമക്കളെ ഉപദ്രവിച്ചവനാ. 9-ാം അധ്യായം 1-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 9:1. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കൊസിൽ മാർഗക്കാരായി വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം. അങ്ങനെ ഈ സുവിശേഷത്തിന്, യേശു മാർഗത്തിന് എതിരായി പ്രവർത്തിച്ചവനാണ് ശൗൽ. പൗലോസിന്റെ ആരംഭ പേര ശൗലെന്ന. എന്നാൽ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്താൽ അവൻ തിരഞ്ഞെടുത്തപ്പോൾ അവന് വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായിരുന്നു. മുമ്പ് ഞാൻ വായിച്ചല്ലോ, റോമാലേഖനത്തിലും കൊരിന്ത്യർ ലേഖനത്തിലും ജീവനെ കൂടെ പകയ്ക്കുന്നവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനം പറയുന്നു, ഫിലിപ്പിയർ 2:16 വായിക്കുമ്പോൾ, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തു നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകുമെന്ന്. അങ്ങനെ 2:16 ഫിലിപ്പിയർ. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. நான் ஓடினதும் பிரயாசப்பட்டதும் வீணானதில்லை என்கிற மகிழ்ச்சி கிறிஸ்துவின் நாளில் எனக்கு உண்டாயிருப்பதற்கு. അത് ആർക്കുണ്ടാകും? അപ്പോസ്തലൻ പറയുന്നു എനിക്കുണ്ടാകുമെന്ന്. എന്നാൽ നമ്മെ സഭ പഠിക്കുമ്പോൾ ആ വാക്യത്തെ ബന്ധപ്പെട്ട് പറയണമെങ്കിൽ 14 വരെ വായിക്കാം. 14 മുതൽ. നിനക്ക് 16, ഞങ്ങൾക്ക് 14. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ. തെറ്റിപ്പോയി. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യും. എല്ലാ പെറുപെറുപ്പല്ല, അങ്ങനെ നമ്മൾ വായിച്ച് പഠിച്ചുപോയി. എല്ലാ പെറുപെറുപ്പും അല്ല, എല്ലാം ഓൾ നമ്മളെപ്പടി. கோணலும் மாறுபாடுமான சந்ததியின் நடுவிலே குற்றமற்றவர்களும் கபடற்றவர்களும் தேவனுடைய மாசற்ற பிள்ளைகளுமாய் இருக்கும்படிக்கு எல்லாவற்றையும் இங்கிலீஷ் எப்படி all do all things without murmuring and disputing. all things എല്ലാം പെറുപെറുക്കാതെ വാദിക്കാതെ ചെയ്യുന്നവരാകണം നാം. അവരുടെ ജീവന്റെ വചനം പ്രമാണിച്ചുള്ള ലോകത്തിൽ ജ്യോതിസ്വരൂപ പ്രകാശിക്കുന്നവരാകണം. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിനുള്ള പ്രശംസ ഉണ്ടാകും. ഈ പകൽക്കാലം ആ പ്രശംസ ഉണ്ടാകണമെങ്കിൽ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നവരാകണം. എന്തിനായി വിളിച്ചു, എന്തിനായി വേർതിരിച്ചു എന്നുള്ളതായ ഉറപ്പ് ജീവിതം ഉണ്ടാകണം. അവയെ നാം ഉറപ്പാക്കി ജീവിക്കുന്നവരാകണം. ഈ പകൽക്കാലം എല്ലാവരും ഓർപ്പിക്കുകയാണ്, വിളിയെയും ആ തിരഞ്ഞെടുപ്പ് നാം ഉറപ്പാക്കുന്നവരാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മെക്കുറിച്ചുണ്ട്. അവൻ്റെ സന്നിധിയിൽ നാം വിശുദ്ധരാകണം, നിർമ്മലതരാകണം. ഇനിയും അവൻ വെളിപ്പെടുമ്പോൾ അവന് മുമ്പിൽ നാം കരയും ചുളുക്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ അവൻ ഇച്ഛിക്കുന്നുവെന്ന് 2 പേർ 3:14 മലയാളം 3:14. പ്രിയമുള്ളവരെ, ഈ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ. ஆகையால் பிரியமானவர்களே, இவைகள் வர காத்திருக்கிற நீங்கள் கரையற்றவர்களும் பிழை இல்லாதவர்களுமாய் சமாதானத்தோടെ அவர் சந்நிதியில் காணப்படும்படி ஜாக்கிரதையாயிருங்கள். എല്ലാം ദൈവം ആഗ്രഹിക്കുകയാണ്. അവന് മുമ്പിൽ നാം കറയും കളങ്കവും ഇല്ലാത്തവരായി കാണപ്പെടണം. അതേ ഉദ്ദേശമാണ്, ദൈവത്തിന് ആഗ്രഹമാണ്. നമുക്ക് എത്രയൊക്കെ ആഗ്രഹമുണ്ട്. അവന് മുമ്പിൽ കറയും കളങ്കവും ഇല്ലാത്തവരായി തീരണം, സമാധാനത്തോടെ കാണണമെങ്കിൽ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്നവരാണ്. അതിനായി യേശു കാൽവരിയിൽ മരിച്ചത്.
യേശു എന്തിനാ കാൽവരി മരിച്ചത്? നീയല്ലേ എന്നതുക്കാകവേ യേശു കാൽവരിയിൽ തൂങ്ങിനത്? എന്നതുക്കാകവേ അവന് മുമ്പിൽ കരയും കളങ്കവും ഇല്ലാത്തവർ. എഫേസ്യർ 5:26-27 വാര്, നീ വാര്. கரை திரை முதலானவைகள் ஒன்றுமில்லாமல் பரிசுத்தமும் பிழையற்றதுமான மகிமையுள்ள சபையாக அதை தமக்கு முன் நிறுத்திக் கொள்வதற்கும் தம்மை தாமே அதற்காக ஒப்பு கொடுத்தார். അവന് മുമ്പിൽ കറയും കളങ്കവും ഇല്ലാത്തവരായി നാം കാണപ്പെടുന്നത് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് യേശു കാൽവരി നമുക്ക് വേണ്ടി മരിച്ചത്. ഇനിയും വായിക്കുമ്പോൾ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരാകാൻ വേണ്ടിയാണ് മരിച്ചത്. തീത്തോസ് 2:14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. அவர் நம்மை சகல அக்கிரமங்களினின்று மீட்டுக்கொண்டு தமக்குரிய சொந்த ஜனங்களாகவும் நற்கிரியைகளை செய்ய பக்தி வைராக்கியம் உள்ளவர்களாகவும் நம்மை சுத்திகரிக்கும்படி நமக்காக தம்மை தாமே ஒப்பு கொடுத்தார். ഇതെല്ലാം നാം ഓർക്കുന്നവരാകണം. വിളിയും തേനും ഉറപ്പാക്കണം. യേശു എന്തിന് കാൽവരി മരിച്ചു? വെറുതെ ഒന്നുമല്ല. അവന് മുമ്പിൽ നാം വിശുദ്ധരായി കാണപ്പെടണം, നിർമ്മലരായി കാണപ്പെടണം, പരിശുദ്ധരായി കാണപ്പെടണം, കറയും കളങ്കവും ഇല്ലാത്തവരായി കാണപ്പെടണം. ആ ഉദ്ദേശം നമ്മൾ നിറവേറണം. ആ ഉദ്ദേശം നിറവേറുവാൻ നമ്മെ സമർപ്പിക്കുന്നവരാണ് എല്ലാവരും. അത് വെളിയും നെഞ്ഞപ്പം ഉറപ്പാക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. വിളിച്ചപ്പോൾ വിളിച്ചു, പോയപ്പോൾ വന്നു, ഞാൻ സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ഇനി എങ്ങനെയും പോകാൻ ചിന്തിക്കുന്നവരാകരുത്. അങ്ങനെ പലരും പോകുന്നതുകൊണ്ടാണ് പോയി എവിടെയും കിടാക്കൊടി പോയി വീഴുന്നത്. ഒരിക്കലും അങ്ങനെ ആകരുത്. ഓരോ നിമിഷവും ഓരോ ദിവസവും എന്തിനായി വിളിച്ചു, എന്തിനാ വേദനിച്ചു എന്ന് നാം ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം, ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഹൃദയവും മനസ്സും ദൈവത്തിലായിരിക്കണം. അന്യമാതൊന്നും നമ്മൾ തമ്മിൽ വരുവാൻ ഇടയാകാത്ത ജീവിതം നയിക്കുന്നവരാകണം. ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതം ഉണ്ടാകാൻ ഇടയാകാതെ നാം സൂക്ഷിക്കുന്നവരാകണം. ഈ പകൽക്കാലം എല്ലാം നിങ്ങൾ സമർപ്പിക്കുക. പുസ്തകം അടയ്ക്കുക എല്ലാവരും, കണ്ണും അടയ്ക്കുക എല്ലാവരും. അപ്പോൾ തന്നെ മുഴങ്കാലിരിക്കുക എല്ലാവരും. കാലിൽ നിന്ന് മുട്ട് മടങ്ങുന്നവരെല്ലാവരും മുഴങ്കാലിരിക്കുക. കസയിരിക്കുന്ന എല്ലാവരും കണ്ണടയ്ക്കുക. പുസ്തകം അടയ്ക്കുക. പിന്നെ നമുക്ക് ബാഗിൽ വയ്ക്കാം. അവിടെ വയ്യ. ഈ പകൽക്കാലം നമ്മുടെ അവസ്ഥ എന്താണ്? വിളിയും തിരഞ്ഞെടുപ്പും എത്ര പേർക്ക് ഉറപ്പാൻ കഴിയുന്നുണ്ട്? മുൻപ് നാം ആരായിരുന്നു? നമ്മുടെ ജീവിതം ഏതവസ്ഥയിലായിരുന്നു? ഇന്ന് ദൈവം നമ്മെ ആരാക്കിയിരിക്കുന്നു? നാളെ നമ്മൾ ആരാകും? യേശുവിനെ പോലെ നാം സദസ്യന്മാരായി തീരേണ്ടവരാണ്. അവനോട് നാം ഒപ്പാകേണ്ടവരാണ്. അവന് മുമ്പിൽ നാം കറിയും കളങ്കവും ഇല്ലാത്തവരാ നിൽക്കേണ്ടവരാണ്. ദൈവമക്കളെ മറന്നു പോകരുത്. അത് ദൈവം ഇച്ഛിക്കുന്നുവെന്നാ വായിച്ചത്. കറിയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തെ കാണുവാൻ അവൻ ഇച്ഛിച്ചുകൊണ്ടേന്ന് വായിക്കുന്നു. അവൻ്റെ ആഗ്രഹം അതാണ്. ആരും കണ്ണു തുറന്നിരിക്കരുത്. ആ ദൈവത്തിൻ്റെ ആഗ്രഹത്തെ നമ്മിൽ സഫലമാകിടയാകണം. ഈ കൺവെൻഷൻ അതിനുവേണ്ടിയാണ്. നമ്മെ അവന് മുമ്പിൽ കറയും കളങ്കവും ഇല്ലാത്തവരായി നിർത്താൻ ഉദ്ദേശിച്ച നാം നിൽക്കുന്നവരാകണം. അതിന് വെളിയും തെരഞ്ഞെടുപ്പും നാം ഉറപ്പാക്കണം. അങ്ങനെ ഉറപ്പാക്കിയാൽ ഒരു നാളും ഇടറിപ്പോകുകയില്ല, ഒരു നാളും പതറിപ്പോകുകയില്ല, കലങ്ങിപ്പോകത്തില്ല, കുലുങ്ങിപ്പോകത്തില്ല, ഇടറിപ്പോകത്തില്ല, വഴുതിപ്പോകത്തില്ല. അനേകരും സന്ദർഭോചനം പോലെ വഴുതിയും കലങ്ങിയും കുലുങ്ങിയും പതറിയും ഇടറിയും പോകുന്നു. ദൈവമക്കളെ, നമുക്കതുണ്ടാകരുത്. എന്നെ കേൾക്കുന്ന സൗരന്മാർക്ക് യൗവനക്കാർക്ക് അതുണ്ടാകരുത്. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിയാൽ മാത്രമേ കഴിയത്തുള്ളൂ. പ്രത്യേക യൗവനക്കാർ ഓർക്കുക, നാം കർത്താവിന് വേണ്ടി നമ്മുടെ ജീവനെ നാം അർപ്പിക്കുന്നവരാകണം. നമ്മുടെ മുൻ ഒരു ചീഫ് പാസ്റ്റർ ഉണ്ടായിരുന്നു. നമുക്ക് ചീഫ് പാസ്റ്റർ പുള്ളി തന്നെ സാക്ഷ്യം പറയും. ഞാൻ ഈ വേല വന്നത്
എന്നെ യേശു വിളിച്ചു ഒന്നും അല്ല ഞാൻ വന്നത്. നീ പോരെ, ഞാൻ നിന്നെ എടുത്തോളാം പറഞ്ഞ് വിളിച്ചൊന്നും വന്നതല്ല ഞാൻ വന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിച്ച, എൻ്റെ യേശു തൻ്റെ യവന രക്തം എനിക്ക് വേണ്ടി ഊറ്റി തന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ യവന രക്തം ഞാൻ യേശു കൊടുക്കും. അങ്ങനെ പറഞ്ഞാൽ വന്നത്. ആളിനറിയാം, അമ്മച്ചിക്ക് അറിയാമോ? മദനമ്മച്ചി ആളിനെ അറിയാമോ? അറിയാതെ പക്ഷെ കേട്ടു, അറിയാമായിരുന്നു, ഇപ്പം മറന്നുപോയി. പത്തനെട്ട് അമ്മാമേ അറിയാമോ? നീ ജനിച്ചിട്ട് പോലുമില്ല. ആ പുള്ളി മരിച്ചപ്പോൾ നീ ജനിച്ചിട്ട് പോലുമില്ല. മുൻപേ ഉണ്ടായ നമ്മുടെ പാസ്റ്റർ സി ജോൺ 77 താൻ മരിച്ചു. 77 അന്ന് പിടിക്കുന്ന പലരും ജനിച്ചിട്ട് പോലുമില്ല. എല്ലാവരും അല്ല, ചിലരൊക്കെ. നമ്മുടെ 3-ാം ചീഫ് പാസ്റ്റർ സി ജോൺ അങ്ങനെ വന്നവനാ. എൻ്റെ യേശു തൻ്റെ യവന രക്തം പുരിയതാ, ചൊല്ലത് പുരിയതാ, എനിക്കാകെ കൊടുത്തേ. എന്നുടെയും യവന രക്തം ചെയ്യും അവങ്ങൾക്കായി ഞാൻ കൊടുപ്പേൻ. അപ്പടിതാ വന്നത്. കണ്ണടയ്ക്ക് എല്ലാവരും. എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. എൻ്റെ യേശു എനിക്ക് മതി. എൻ്റെ യേശു എനിക്ക് മതി. ആ തീരുമാനം നമുക്ക് ഉണ്ടാകണം. അവന് മുമ്പിൽ കരയും കളങ്കമില്ലാത്തവരായി തീരണം. തീരുമാനിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഒരു പ്രിയ സഹോദരി പെൺകുട്ടി കോളേജ് ജീവിതം കഴിഞ്ഞ് സ്കൂൾ ജീവിതം കഴിഞ്ഞ് കോളേജ് ജീവിതം നയിക്കുമ്പോൾ താൻ എഴുതിയൊരു പാട്ടുണ്ട്. മാമേ, ആ പാട്ട് അറിയാമോ? ആ പാട്ടെന്നറിയാമോ? നീ കൂടെ പാടുന്ന പാട്ടാ. 18 കൂടെ നീ പാടുന്ന പാട്ടറിയാമോ? ഇനി അടുത്ത പാടണം. അത് ക്രിസ്ത്യ ജീവിതം എന്തൊരു മധുരം. ക്രിസ്ത്യ ജീവിതം എന്തൊരു മധുരമാണ്. അതിൻ്റെ മനസ്സിന് ആനന്ദമാണ് പാട്ട്. ഇടമടിക്കണ്ട. ക്രിസ്ത്യ ജീവിതം എന്തൊരു മാധുര്യമാണ്. അതൻ മാനസത്തിനെന്താനന്ദം, എൻ മാനസത്തിനെന്താനന്ദം, നാഥനെനിക്കായി താൻ നടത്തുന്ന വഴികളെ കാണുമ്പോൾ എന്റെ ഭാഗ്യത്തെ ദിനം തോറും ധ്യാനിക്കുമ്പോൾ ഈ ലോക സുഖങ്ങൾ ഞാൻ വെറുക്കുന്നു. ഈ ലോക സുഖങ്ങൾ ഞാൻ വെറുക്കുന്നു. നല്ല യൗവനക്കാരി 22-23 വയസ്സുള്ളപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഇവരുണ്ടാക്കിയ പാട്ടായത്. അവൾ പിന്നെ എറണാകുളം വേലയിൽ വന്നു. നമ്മുടെ ഒരു അക്കൗണ്ടിൻ്റെ സൗകര്യമായിട്ട് മരിച്ചുപോയി. ഇന്ന് ഇരിക്കുന്ന എത്ര യൗവനക്കാർ, നിങ്ങൾ വേലയ്ക്കൊന്നും വരണ്ട, പാട്ടൊന്നും എഴുതണ്ട, നിങ്ങൾ എഴുതണ്ട. ജീവിതം മതി. എൻ്റെ യേശുവിനോട് ഞാൻ ജീവിക്കും. എൻ്റെ യേശു എനിക്ക് മതി. നാഥൻ എനിക്കൊരു കരുതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ലോകം വേണ്ട. അവിടെ ആ പാട്ടത്തിനുണ്ട്, യുദ്ധഭീഷണി മുടങ്ങുമ്പോൾ ഈ തലമുറ ഇസങ്ങളാൽ വലിയുമ്പോൾ ക്രിസ്തു ജീവിതം എത്ര മധുരമാണ് നമുക്ക് പറയാം. കണ്ണടയ്ക്ക് എല്ലാവരും ഈ ക്രിസ്തു ജീവിതം, ഈ ആത്മീയ ജീവിതം എത്ര മധുരമാണ്, എത്ര അനുഗ്രഹമാണെന്ന് പറയാം. പ്രായമുള്ളവർക്കും പറയാം. നിങ്ങൾ പാട്ട് എഴുതണ്ട, ഒന്നും ചെയ്യണ്ട, ജീവിച്ചാൽ മാത്രം മതി. യേശുവിനായി ജീവിച്ചാൽ മതി. വിളിയും ആ തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി ജീവിപ്പം സമർപ്പിക്കുക, എല്ലാം ഏൽപ്പിക്കാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം മുടങ്ങാണ്ടിരിക്കുക. അതിനെ തീരുമാനിക്കുക, ദൈവശക്തിയെ സമർപ്പിക്കുക. ഒരു അഭിഷേകത്തിന് നിറയട്ടെ, ഒരു അഭിഷേകം ഉണ്ടാകട്ടെ, സമർപ്പിക്കുക. ആര് വാമുണ്ടിരിക്കരുത്, എല്ലാ വാഹനം സ്വരിക്കുക. എല്ലാവരും നമ്മുടെ തീരുമാനം സ്വർഗം മാനിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയ്ക്കായി സമർപ്പിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം സ്വർഗം മാനിക്കട്ടെ. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി ജീവിതനെ ഏൽപ്പിക്കുക. ഒരു തൊട്ട് ശക്തിക്കും നമ്മൾ ഇടവില്ല എന്ന് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗപിതാവേ, നിർവചനത്തിൽ എൻ കാലടികൾ എല്ലാവരും പാടുക. സ്വർഗപിതാവേ,
ആ പാടുപോലെ തീരുമാനിച്ചു പോലെ പാടുക. സ്ഥിരമാക്കണമേ യാതൊരു രീതിയും ഈശിടതിന്റെ യാത്രേദിനവും നീ നടത്തണമേ യാതൊരു രീതിയും ഈശിടതിന്റെ യാത്രേദിനവും നീ നടത്തണമേ സ്വർഗപിതാവേ നിൻ വചനത്തിൽ എൻ കാലടികൾ സ്ഥിരമാക്കണമേ സ്വർഗപിതാവേ നിൻ വചനത്തിൽ എൻ കാലടികൾ സ്ഥിരമാക്കണമേ യാതൊരു രീതിയും ഈശിടതിന്റെ യാത്രേദിനവും നീ നടത്തണമേ യാതൊരു രീതിയും ഈശിടതിന്റെ യാത്രേദിനവും നീ നടത്തണമേ സ്വർഗപിതാവേ നിൻ വചനത്തിൽ കാലടികൾ സ്ഥിരമാക്കണമേ സ്വർഗപിതാവേ നിൻ വചനത്തിൽ എൻ കാലടികൾ സ്ഥിരമാക്കണമേ യാതൊരു രീതിയും ഈശിടതിന്റെ യാത്രേദിനവും നീ നടത്തണമേ 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 യാതൊരു രീതിയും ഈശിടതിന്റെ യാത്രേദിനവും നീ നടത്തണമേ. Amen. Hallelujah, la bahara. Tonight abana kana bauda bauda tunainia. Hallelujah, hallelujah, hallelujah. പരിശുദ്ധമായ ദൈവത്തിനായ നമ്മുടെ കർത്താവിനായ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ കൺവെൻഷന്റെ കർത്താവേ, രണ്ടാം ദിനമായ കർത്താവേ, കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കൂടുവാൻ തക്കണ്ണ കൂട്ടത്തെ ദൈവം ഭാരമെടുത്ത് നടത്തി അനുഗ്രഹിച്ചനായ സ്തോത്രം. ദൈവാത്മാവിൽ സന്തോഷിപ്പാൻ ശക്തിപ്പെടുവാൻ തക്കണം ഇടയാക്കിയനായ സ്തോത്രം. താവേ, ശുശ്രൂഷ ദൈവം ഭാരമെടുത്ത് നടത്തിയനായ നിന്നെ സ്തുതിക്കുന്നു. താവേ, കൊണ്ടുവന്ന ജനങ്ങളുടെ എല്ലാം ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താവേ, സ്തോത്രം സ്തോത്രം. ലോകത്തിന് ലോകക്കാരെന്നെല്ലാം ദൈവം വിളിച്ചു വേറിച്ച് ഈ പ്രത്യാശയുടെ തുറമത്ത് കൊണ്ടുവന്നതിനാ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവമേ തന്ന നല്ല ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവേ, സ്തോത്രം സ്തോത്രം. നിങ്ങൾ കർത്താവേ, ക്രിസ്തുവിൻ്റെ കർത്താവേ, ഇല്ലാത്തവരായി കർത്താവേ, ഇസ്രായേലിന്റെ പൗരത്വം സംബന്ധമായി ഇല്ലാത്തവരായി കർത്താവേ, സ്തോത്രം. ഇന്നായ ഞങ്ങളെ കർത്താവേ, ക്രിസ്തുവിന്റെ കൂട്ടവാസികളും സ്വന്തം ജനവും കർത്താവേ, ദൈവമക്കളുമായി വിളിച്ചു വേർതിരിച്ച കർത്താവേ, പ്രത്യാശയുടെ തുറമത്ത് ദൈവം കൊണ്ടുവന്നതിനാ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ആ പ്രത്യാശയുടെ തുറമത്തി എന്ന് വരുവാൻ തക്കണ കർത്താവേ, ദൈവത്തിന്റെ ശക്തിയിലും ദൈവത്തിന്റെ ആത്മാവിലും കർത്താവേ, സ്തോത്രം. ദൈവമേ, ദൈവ പ്രമാണങ്ങളും പ്രമാണിച്ചു കർത്താവേ, സ്തോത്രം. ദൈവമേ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടവരായി ചേരുവാൻ തക്കണ ഇടയാക്കണ്ടേനായി പ്രാർത്ഥിക്കുന്നു. ആ സലോമോനെ പോലെ കർത്താവേ, സ്തോത്രം. ദൈവമേ, സ്തോത്രം. ചേരാതെ ദൈവശക്തി കർത്താവേ വിട്ടു പോകാതെ കർത്താവേ, എല്ലാവരെയും ദൈവശക്തികൾ എല്ലാവരും സൂക്ഷിക്കപ്പെടുവാൻ തക്കണം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താവേ, സ്തോത്രം സ്തോത്ര. കറ ചുളക്കം വാട്ടം മാലിന്യമില്ലാത്ത ആ തേജസ്സിന്റെ അവകാശം പ്രാപിപ്പാൻ തക്കണം നിയമങ്ങളെല്ലാം ദൈവം ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താവേ, സ്തോത്രം സ്തോത്രം. വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തമാണെന്ന് വിളിയെ തെരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കിക്കൊണ്ട് ഓരോ നാളും ജയത്തോടെ ജയിപ്പാൻ തക്കണം എല്ലാവർക്കും ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങൾ താവേ, ഓരോരുത്തരെയും ഹൃദയങ്ങൾ സംഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന് കർത്താവേ യജമാനം ജീവിപ്പാൻ തക്കണം എല്ലാവർക്കും ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന്റെ വചനം ഘോഷിപ്പാതിന്റെ ദാസനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവേ, പാപത്തിന്റെ ഇമ്പങ്ങൾ കൂടെ എത്രയോ ജനം നശിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, നേരെ കർത്താവേ ദൈവത്തിലേക്ക് ദൈവത്തിന്റെ ഈ വചനം കേൾക്കുന്നവർ, ഈ പാട്ട് കേൾക്കുന്നവർ, ഈ താവേ സ്തോത്രം അനേക രക്ഷയിലേക്ക് അനുഗ്രഹത്തിലേക്ക് ദൈവം കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പാപത്തിന് ശാപത്തിന് ദോഷവഴി
അനേക ദൈവമേ ദേശത്തിന് കർത്താവെ രക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നിത്യജീവൻ പ്രാപിപ്പാത്തക്കുന്ന ലോകസ്ഥാപനം മുതൽ കർത്താവെ സ്തോത്രം ദേശത്തിന് അനേക ദൈവം വിളിച്ചു വേറിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ കൺവെൻഷൻ കർത്താവെ അനേക രക്ഷപ്പിന് കാരണമായി തീരുവാത്തക്കുന്ന നിത്യരക്ഷയുടെ അവകാശികളായി തീരുവാൻ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൊണ്ടുവന്ന ദൈവമക്കൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ തക്കണം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താവേ സ്തോത്രം സ്തോത്രം. ദാസിനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ദീനിയുള്ള കുടിവരനെ എല്ലാ കർത്താവെ കൂട്ടത്തെ എല്ലാം ദൈവം ഭാരമെടുത്ത് അനുഗ്രഹമാക്കി തീർക്കും. ദൈവമക്കളെല്ലാം അനുഗ്രഹിക്കും. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു കർത്താവ് ദൈവത്തിൻ്റെ സ്നേഹം വിശുദ്ധാത്മ കോട്ടയം നാം പ്രാർത്ഥിച്ച കാരണ നമ്മുടെ കർത്താവിൻ്റെ വരവുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവർക്കും സ്തോത്രം.